المرسلين لولا أن هدانا الله. صلاة وسلاما تاما على رسوله الأمين لا نبي بعد وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ കണ്ണൂർ ജില്ലാ SKSSFന്റെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹക്കീം ഹനീഫി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ സയ്യിദ് ശുഐബ് തങ്ങൾ, വേദിയിലെ ആദരണീയനായ ഷൗക്കത്ത് അലി ഹുദവി, പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഹുദവി, ഷംസുദ്ദീൻ കടവത്തൂർ, സംഘടനയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ പെരുമളാബാദ്, മറ്റ് അസൻ രാമന്തളി, എനിക്ക് പേരറിയാത്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്യാമ്പിനെ അത് ഉദ്ദേശിക്കുന്ന അന്തസത്ത സൂക്ഷിക്കുന്ന നല്ലൊരു ക്യാമ്പായി വിജയിപ്പിച്ചു തരുമാറാകട്ടെ. കണ്ണൂർ ജില്ലയിലെ നേരത്തെ ശംസുദ്ദീൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഒരു പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു പോയായിരുന്നു. കണ്ണൂർ ജില്ലയുടെ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിന്റെ മുമ്പിൽ വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് നിലപാടുകളും പദ്ധതികളും മുന്നോട്ട് വെച്ച ഒരു ജില്ലാ കമ്മിറ്റിയാണ് നാട്ടിലും ഇവിടെയും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു പോയത്, നാട്ടിൽ പെട്ടെന്നൊരു പ്രവർത്തക ക്യാമ്പ് വിളിച്ചാൽ ഇങ്ങനെ ഒരാൾക്കൂട്ടത്തിന് പെട്ടെന്ന് കിട്ടുമോ എന്ന് എനിക്കൊരു സംശയം. ഇവിടെ എല്ലാം നല്ല വൃത്തിയുള്ള സുന്ദരന്മാരായ നല്ല ആളുകൾ ഉഷാറായി ഇങ്ങനെ വന്ന് ക്യാമ്പിലൊക്കെ പങ്കെടുക്കുക, കുറേ നേരെ ഇരിക്കുക, യാതൊരു ടെൻഷനും ഇല്ല, എന്തും കേൾക്കാനും ചെയ്യാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ നമ്മൾ മരിച്ചിട്ട് പരലോകത്തെത്തിയാൽ അവിടെ ഒരു സംഘടനാ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിൽ ചിന്തിക്കാലോ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ളൊരു ഘട്ടമായിട്ടാണ് ഞാൻ ഈ പ്രവാസത്തിലെ സംഘടനാ കാര്യത്തെ, ഇത്രയും സൗന്ദര്യമുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ. പണ്ട് SKSSF ഉണ്ടാകുന്നതിന്റെ മുമ്പ്, കേരളത്തിൽ SKSSF എന്ന പേരിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കുറേ ട്രെൻഡുകൾ ഇങ്ങനെ കേരളത്തിൽ വന്നിരുന്നു. അതിലെപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ജാമ്യയിലെ 56-ാം നമ്പർ റൂമിൽ നിന്ന് ഹമീദ് ഫൈസിയും ടീമും ഉണ്ടാക്കിയ ഒരു ചിന്ത ഒരു ഭാഗത്ത്, അതേസമയം നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ടീം, കണ്ണൂർ ജില്ലയിൽ നിന്ന് തളിപ്പറമ്പ് താലൂക്ക് SSFനെതിരിൽ ജിഹാദും കൊണ്ട് അഹമ്മദ് തെർലായി ഉൾപ്പെടെയുള്ള ആളുകൾ വേറൊരു ഭാഗത്ത്. അപ്പോൾ എപ്പോഴും അത് മേലാക്കം കാലിയുടെ നേതൃത്വത്തിൽ SSFനെതിരിലുള്ള ഒരു സമിതി അദ്ദേഹം രൂപീകരിച്ചുകൊണ്ട് നടത്തിയ വേറൊരു പ്രവൃത്തി, ഇതെല്ലാം ഏതാണ്ട് സമാനമായ ഒരു സമയത്താണ് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത്, കേരള സംസ്ഥാനത്ത് SKSSF എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുന്നതിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ SKSSF വരുന്നു എന്ന് സൂചിപ്പിക്കാം. ആ സമയത്ത് ഞാനൊക്കെ വലിയ കടുത്ത SSF ആണ്, അത് വേറെ കാര്യം. അപ്പൊ എന്നിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിരുന്നു എൻ്റെ ഒക്കെ ഹിജറ നടക്കാൻ. അപ്പൊ ആ ഹിജറയുടെ പിന്നിലും രസകരമായ, എന്നാൽ എന്നെല്ലാം നമ്മളൊക്കെ ത്രസിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്, തളിപ്പറമ്പ് ഖുവത്തുൽ ഇസ്ലാം അറബിക് കോളേജിലെ വിദ്യാർത്ഥിയായി ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ SSF കാരനാണ്. അവിടെ അസിസ്റ്റന്റ് മുദരിസായ ഉസ്താദിന്റെ രജിസ്റ്ററിൽ നിന്ന്, ഉസ്താദ്മാരോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു നമുക്ക് അന്നൊക്കെ ഉള്ള പോലെ, ആ രജിസ്റ്ററിൽ നിന്ന് ഒരു കടലാസ് എനിക്ക് കിട്ടി. അപ്പോ അതിലൊന്നാമത്തെ 2ാമത്തെ ആളെയും പുറത്താക്കി കഴിഞ്ഞു. ഇനി 3, 4 കഴിഞ്ഞാൽ എന്നെയാ പുറത്താക്കാം. അപ്പൊ ഈ ഉള്ളിൽ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന തീവ്രമായ ചിന്താഗതി ഉണ്ടല്ലോ, പുറത്താക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് അഭിമാനത്തോടുകൂടി പോകണം. എന്ത് അഭിമാനമുള്ള എനിക്കിപ്പോഴും മനസ്സിലായില്ല. പോകണമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ മുല്ലക്കോയത്തങ്ങൾ, നമുക്ക് അല്ലാഹു മർക്കതോ, മരിച്ചുപോയി, തളിപ്പറമ്പുകാർക്കൊക്കെ അറിയാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സമ്മതം ചോദിക്കുക. 1 മണിക്കൂർ അദ്ദേഹം എനിക്ക് ക്ലാസ് എടുത്തു തന്നു. എൻ്റെ അടുത്ത് യാതൊന്നും ഫലിച്ചില്ല. അവസാനം പെട്ടിയൊക്കെ തയ്യാറാക്കി തേച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു. അഭിമാനകരമായ യാത്ര പറയല,
എന്നിട്ട് അപ്പുറം മക്കർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സീറ്റ് ഉറപ്പിച്ച് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ കൂട്ടലങ്ങാടി ബാപ്പു ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട്, സാധാരണ നാട്ടിൽ പോകുമ്പോൾ ചോദിക്കലുണ്ട്, ഉസ്താദെ പോയിക്കോട്ടെ. ഉസ്താദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, പോകുന്നോ, പോയിക്കോ, അതാ പ്രതീക്ഷിക്കുന്നത്. ബാപ്പു ഉസ്താദിന്റെ മുന്നിൽ ചെന്നിരുന്നിട്ട് ഉസ്താദ് എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ എവിടത്തേക്ക്, ഞാനിങ്ങനെ മാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അൽ-അറഫ ഇന്ന് ബൈലക്സിൽ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് കുട്ടി 756 നായിഡുൽ ഉസ്താദ് അവർക്ക് വേണ്ടിയാണ്, ലൈവിനാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി അൽ-അറഫ മാറിക്കൊടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. അൽ-അറഫ അവിടെ നിന്നും കൊടുത്ത ലൈവിന് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മുഹമ്മദ് കുട്ടി 756 എന്ന അതിൽ നിന്നുള്ള ഉസ്താദുകളുടെ ലൈവിന് നല്ല ക്ലിയർ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ലൈവിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടല്ലേ? അറഫ സഹോദരൻ, അതെന്താ നിങ്ങൾ മൈക്ക് ഒഴിവാക്കി കഴിഞ്ഞത്? നല്ല ക്ലിയർ ഉണ്ടായിരുന്നല്ലോ. അറഫ 313 താങ്കൾ എന്താണ്? ഓക്കെ, മൈക്ക് തരാം, മൈക്ക് എടുത്തോളൂ. സർഗലയം എന്ന് പറയുന്ന പരിപാടിയുടെ തുടക്കം കണ്ണൂർ ജില്ലയിലായിരുന്നു. 1989 നമ്മുടെ തുടങ്ങുന്നതിന് മുമ്പ് ചേംബർ ഹാളിൽ നടന്ന ദർസ് അറബിക് കോളേജ് കലാസാഹിത്യ മത്സരം എന്ന പേരിൽ തുടങ്ങിയതിനെയാണ് നേരെ ചൊവ്വെ സർഗലയം എന്ന പേരിൽ. ഇബാദ് നിങ്ങളിപ്പോ ചർച്ച ചെയ്തല്ലോ. ഇബാദ് എവിടുന്നാ തുടങ്ങിയത്? ഇബാദ് കണ്ണൂർ ജില്ലയില് ഇസ്ലാമിക് ബ്രദേഴ്സ് ആക്റ്റീവ് ഡിവിഷൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ട മലയമ്മ അബൂബക്കർ ബാക്കവി ഉസ്താദും തർലായും KT അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ ഞാനും ഞങ്ങളൊക്കെ കൂടിയിരുന്ന്, സ്വകാര്യമായി കൂടിയിരുന്ന് പല പരിപാടികളും നടത്തുന്ന കൂട്ടത്തിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് മുമ്പ് ആ പേരാണ് സ്റ്റേറ്റിൽ ഒരു ദാവ. പക്ഷെ ആക്റ്റീവ് ഡിവിഷൻ എന്നുള്ളത് മാറ്റിയിട്ട് അസോസിയേറ്റഡ് ഡിവിഷൻ എന്ന പേരിലേക്ക് സംസ്ഥാന കമ്മിറ്റി അതിനെ ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് മൊത്തത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് സംഘടനാ രംഗത്ത് നല്ല പേരുണ്ട്, നല്ല പാരമ്പര്യമുണ്ട്, നല്ല പ്രവർത്തകരുണ്ട്, ഒട്ടനവധി നല്ല തീവ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഷുഹൈബ് തങ്ങളെ പോലെ ഭയങ്കര ആവേശമുള്ള ആളുമുണ്ട്, എന്നെ പോലെ അത്ര വലിയ ആവേശമൊന്നും ഇല്ലാത്ത ആളുകളുമൊക്കെ ചേരുന്ന ഒരു സിസ്റ്റം ആണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ നിങ്ങളെടുത്തു ഒരു സംഘാടനം എന്നൊക്കെ പറയുന്നത് ഇതൊരു പല രീതിയിലും സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. SKSF ആയതുകൊണ്ട്, മെമ്പർഷിപ്പ് എടുത്തു പോയതുകൊണ്ട് ഞാൻ എന്റെ മീറ്റിങ്ങിന് വരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ജനിച്ച് മരിക്കുന്നതിന്റെ ഇടയിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പം ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സിസ്റ്റം SKSF ആണ് എന്നും ആദർശപരമായും ക്രിയാപരമായും അത് മനസ്സിലാക്കിയിട്ട് ഈ ഗ്രൂപ്പിൽ ഭാഗമാകുന്ന ആളുകളും ഉണ്ട്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ എവിടെയാണ് ഒരു സംഘാടകൻ രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, എവിടെയാണ് ഒരു സംഘാടകൻ രൂപപ്പെടുന്നത് നിങ്ങൾ നോക്കൂ. ജന്മന മനുഷ്യന്റെ ഉള്ളിൽ, പ്രത്യേകിച്ചും ഞാൻ പറയാറുണ്ട്, 2 വയസ്സിന്റെയും 1 വയസ്സിന്റെയും 2 വയസ്സിന്റെയും ഇടയിൽ ചെറുപ്പത്തിൽ നമ്മളുടെ ഉള്ളിൽ പടച്ച തമ്പുരാൻ ഉണ്ടാക്കി വെച്ചൊരു ഗുണത്തെക്കുറിച്ച് ഇനീഷ്യേറ്റീവ് എന്നാ പറയാം. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വെറുതെ ഇരിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. 4 ആൾ കൂടുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുക. അങ്ങനെയാണ് കൊച്ചുകുട്ടി പാവക്കുട്ടിനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് തട്ടിമാറ്റുന്നതും ഉപ്പാന്റെ കുപ്പായ എടുത്ത് ഇപ്പുറം മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ആ പ്രായത്തിൽ കുട്ടി കാണിക്കുന്ന ഒരു സംഘാടകന്റെ ജന്മന അയാൾക്ക് കിട്ടിയ ശക്തിയെ ദ്യോതിപ്പിക്കുന്ന അവസരങ്ങളാണത്. അപ്പൊ അങ്ങനെയൊക്കെ ആയി വന്ന നമുക്ക്
ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുകയും ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ശക്തി മരിച്ചു പോകും. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വേണ്ടാത്തതിന്റെ ഒരു കൂട്ടത്തിൽ അറിയാണ്ട് ചെന്ന് ചേരാൻ മാത്രമുള്ള എനർജി എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? നമ്മൾ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ന്യായമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു സംഘം ഏറ്റവും നല്ല സംഘമായി മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സംഘത്തിന്റെ നേതാവാണോ പ്രധാനം, അല്ല സംഘത്തിന്റെ വേറെന്തെങ്കിലുമാണോ പ്രധാനം? ഒരു ടീമിനെ ഒന്നിച്ച്, അതാണല്ലോ സംഘം എന്ന് പറയുന്നത്. നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളെ മനസ്സിൽ കിട്ടുന്ന അപാരമായ സന്തോഷങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് ആളുകളുടെ കൈപിടിച്ചു, എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ഉത്തരവാദിത്തം നിർവഹിച്ചു, പൂർത്തിയാക്കി. അങ്ങനെ നമ്മുടെ ആയുസ് അറിയാണ്ട് നീണ്ടുപോകുന്ന ഒരുപാട് നന്മകൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല ലീഡറായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വചനമുണ്ട്, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ജമാഅ. സംഘത്തിലൂടെ അല്ലാതെ. ഇപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതിന്റെ ശ്രേഷ്ഠത എത്രയും കൂടുതൽ ഉണ്ടാകുന്നത് നോക്കൂ. ഇല്ലാ ബിൽ ജമാഅത്ത് വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഒരു സംഘത്തിനും പകിട്ടില്ല ഇല്ലാ ബിൽ ഇമാറ, അതിന് ലക്ഷണമൊത്തൊരു നേതാവ് ഉണ്ടായതല്ലാതെ. അപ്പൊ എന്താണ് സംഘം, എന്താണ് നേതാവ്? വലാ ഇമാറത്ത, ഒരു നേതൃത്വത്തിനും അർത്ഥമില്ല ഇല്ലാ ബിൽ ഇത്താഅ, അദ്ദേഹം പറഞ്ഞത് അനുസരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു സംഘമായി നിൽക്കുക, സംഘത്തിന് നല്ല നേതാവ് ഉണ്ടാകുക, ആ നേതാവ് പറയുന്നത് അനുസരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായി വരിക. ഇത് ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞാൻ ഷാർജുൽ മിന്നാന്ന് പറഞ്ഞു, കണ്ണൂർക്കാരോട് പറയാൻ വളരെ പെട്ടെന്ന് പറയാൻ ഇങ്ങനെയാണ് നല്ലത്. നമ്മളെ കാൽടാക്സിന്റെ അടുത്തുനിന്ന് ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്യണം. അപ്പൊ അയാളിങ്ങനെ കുറെ നേരമായി നിൽക്കുന്ന വെയിലത്ത്. അയാൾക്കുണ്ടോ ക്രോസ് ചെയ്യാൻ പറ്റും? കാരണം അയാൾ ഒറ്റക്കാവും. കുറെ കഴിഞ്ഞപ്പോ അയാളെ പോലത്തെ ആവശ്യമുള്ള വേറെ ആള് വന്നു. അപ്പോ രണ്ടാമതായ അയാളെ നോക്കി ഇങ്ങോട്ട് നോക്കി, രണ്ടാളും പരസ്പരം മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. നോക്കിയേ, മൂന്നാമത്തെ ഒരാൾ അവർ കാത്തുനിന്നു, മൂന്നാമത്തെ ആളെത്തി, നാലാമത്തെ ആളെത്തി, അഞ്ചാമത്തെ ആളെത്തി. പല ജാതിക്കാര്, പല സംഘക്കാര്, പല ഇസക്കാര്, അഞ്ചാളും ഒന്നിച്ച് നടക്കുമ്പം എല്ലാ വണ്ടികളും അവർക്ക് വേണ്ടി വഴിമാറുന്നു. എന്താ നടക്കുന്നത്? ഈ സംഘാടനത്തിന്റെ ജമാഅത്തിന്റെ ഒരു കെമിസ്ട്രി അത്. ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്തത് അഞ്ചാള് ചെയ്യുമ്പം അതിന് ധീരത കൈവരുന്നു, മറ്റുള്ളവർ വഴിമാറി തരുന്നു, പ്രതിസന്ധികളെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷെ സംഘമായി നിന്നിട്ട് ഒരാൾ ചെയ്യുന്നത് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും നാട്ടിൽ ഉണ്ട്. നമ്മുടെ പല മഹല്ലിയ മഹത്തുകളും പോലെ കുറെ സംഘമൊക്കെയാ, പക്ഷെ ഒരാൾ ചെയ്യുന്നത് പോലും ചെയ്യാൻ നമുക്ക്. ഇപ്പൊ സംഘം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൂടുതൽ ആളുകൾ ചേർന്ന് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ശക്തിയാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു സംഘമായി നിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അത് നേതാവാണോ പ്രധാനം, ലക്ഷ്യമാണോ പ്രധാനമെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? നിങ്ങൾ ഷുഹൈബ് തങ്ങളെ നോക്കിയിട്ട് പറയണ്ട, നിങ്ങൾ പൊതുവായിട്ടാണ് പറഞ്ഞത്. തങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവരൊന്നും ചിന്തിക്കാത്ത ഒരാളാ. ലക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ലക്ഷ്യം എന്ന് പറയുന്നത്? ലക്ഷ്യം വളരെ കർശനമായി കൃത്യമായി പ്രവർത്തിക്കുന്ന ആളുടെ ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ അണികൾ എന്തായി പോവില്ല, കൊഴിഞ്ഞു പോവില്ല. അപ്പൊ അണികൾ കൊഴിഞ്ഞു പോകാതെ നിൽക്കാത്തത് കൊണ്ടാണ് ഈ നേതാവിന്റെ വെപ്രാളം മുഴുവൻ. ചില നേതാക്കന്മാരൊക്കെ, ഈ ലീഡർമാരൊക്കെ രാത്രി ഉറങ്ങാനാകുമ്പോഴത്തേക്ക് അതിന്റെ മാനസിക രോഗികളെ പോലെ ഉണ്ടാവും, ക്ഷീണിച്ച്. എന്താ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല, മെയിൽ മറുപടി അയച്ചിട്ടില്ല, അവിടെ പിരിച്ചിട്ടില്ല, സത്യധാരയുടെ കെട്ടിക്കിടക്കുക കട്ടിലിന്റെ ഉള്ളില്. അപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു പോകും, ഇതെന്താ പഠിച്ചു, എന്താ പ്രശ്നം? സത്യധാര എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള നേതാവിന്റെ തലച്ചോറിൽ മനസ്സിൽ പഞ്ച് ചെയ്ത് പതിഞ്ഞു നിൽക്കുന്ന ലക്ഷ്യം എവിടെ എത്തിയിട്ടില്ല? അണികളുടെ തലയിൽ എത്തിയിട്ടില്ല. അവർക്ക് വേറെ പല ചിന്തകളുണ്ട്, അക്കൂട്ടത്തിൽ എസ്കേസഫും. അപ്പൊ നമ്മൾ അത് ആ ലക്ഷ്യത്തെ കൃത്യമായി പതിച്ച് മനസ്സിലെത്തിക്കഴിഞ്ഞാൽ
പിന്നെ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു തമാശയുണ്ട്. ഈ സംഘടനകളൊക്കെ എന്തിനുണ്ടായി എന്ന ചോദ്യത്തിന് ആദ്യം സംഘടന ഉണ്ടായിട്ട് ലക്ഷ്യത്തെ ഉണ്ടാക്കിയോ, ലക്ഷ്യമുണ്ടായതിനു ശേഷം സംഘടന ഉണ്ടാക്കി അണ്ടിയാമൂത്തത് മാങ്ങയാമൂത്തത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയണ പോലെ ഈ ഒരു പെൺകുട്ടിയുടെ കഥ അത് ഞാൻ എപ്പോഴും പറഞ്ഞു പോകും. ഒരു പെൺകുട്ടി ഒരിക്കൽ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞു, ഞാൻ പ്രസവിക്കൂല എന്ന്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യില്ല. ഞാൻ ഗർഭിണിയാകാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എന്റെ കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചു. കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചപ്പോ ഉമ്മയും ഉപ്പയെല്ലാം കൂടി വെപ്രാളപ്പെട്ടു. ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവൾക്ക് ശാരീരികമായി പ്രശ്നമൊന്നുമില്ല, മാനസികമായി ശക്തി കിട്ടാനാണ്, അതുകൊണ്ട് വല്ല കൗൺസിലിങ്ങോ മറ്റോ ചെയ്യുന്നത്. അങ്ങനെ കൗൺസിലർ എടുത്ത് കൊണ്ടുപോയി. അയാൾ പരമാവധി ശ്രമിച്ചു നോക്കി, എന്നിട്ടൊന്നും ഈ പെണ്ണിന്റെ മനസ്സിന് ഒരു ഗർഭം ചുമക്കാനുള്ളൊരു ശക്തി വരുന്നില്ല, മാനസികമായി റെഡിയാകുന്നില്ല. അവസാനം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു വാക്കെന്നാണെന്നറിയാം, നിങ്ങൾ ഒറ്റ മാർഗ്ഗേനെ ലോകത്ത് നിലവിലുള്ളൂ. ലോകത്തുള്ള മുഴുവൻ ആളുകളടുത്തും ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഇതുപോലെ ചിന്തിക്കുന്ന, ഗർഭിണിയാകാൻ വിഷമമുള്ള പെൺകുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കുക. അത് വളരെ എളുപ്പമാണല്ലോ, ഫേസ്ബുക്കിൽ പരിപാടികളൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെല്ലാം കൂടി എവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ബൈ കമ്മ്യൂണിക്കേഷൻ ഒരു സംഘടന ഉണ്ടാക്കാം. എന്നിട്ട് ഇവൾ അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തെങ്കിലോ. എന്നിട്ടും ഉപ്പാക്കും ഉമ്മാക്കും മനസ്സിലായില്ല എന്താ. അപ്പൊ അങ്ങനെ ആക്കിയ ഇയാളുടെ ഉള്ളിൽ വീറും വാശിയും കൂടുതലല്ലേ ചെയ്യുക, വീണ്ടും പ്രസവിക്കാണ്ടിരിക്കാനുള്ള മനോഭാവമല്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല, സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം മറന്നോളൂ എന്നാ. മനസ്സിലായോ? അപ്പൊ സംഘടന ഉണ്ടാകുന്നവരെ ആളുകൾക്ക് ഭയങ്കര അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണോ പറയാം. അല്ല, ഉണ്ടായി ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ പൊതുവേ ഉണ്ട്. എസ്കേസഫ് എന്നല്ല, എസ്കേസ് വളരെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ വാദിനൂറിലെ സന്ദേശം എത്തി നിൽക്കുന്നതിനെ കുറിച്ച് ശുഹൈബ് തങ്ങൾ പറഞ്ഞു, നമ്മൾ കൃത്യമായി ഓരോന്നും ഓരോ സമയം അപ്ഡേറ്റഡ് ആണ്. പുതിയതെന്തെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മൾ. ഓരോ 5 കൊല്ലം കൂടുമ്പോൾ എന്തെങ്കിലും പുതിയത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ കൂടെ നിൽക്കൂല. വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കുട്ടികളുടെ മുന്നിൽ ത്രസിപ്പിക്കുന്ന എന്തെങ്കിലും വേണം. അപ്പൊ ഒരു ഒത്തുനിൽക്കുക എന്നുള്ളതിന്റെ ഒരു രസതന്ത്രം നിങ്ങൾ ആലോചിച്ച് നോക്കാൻ ഞാൻ ഒരു പോയിന്റും കൂടി നിങ്ങളെ മുന്നിലേക്ക് പറയാം. അതിങ്ങനെ അതും ഞാൻ എവിടെയൊക്കെയോ പറയാറുണ്ട്. ചായക്കടയുടെ മുമ്പിൽ ഒരിക്കൽ ഒരു മൂർഖൻ പാമ്പ് വരികയാണ്. അപ്പം കണ്ണൂരിലെ ഒരു ചായക്കടന്റെ മുമ്പിൽ ആളുകൾ കട്ടൻ ചായയും പിന്നെ അതിനെ കൂട്ടല് അരിപ്പോടെ നമ്മളതല്ല മുറുക്ക് അതും ഇങ്ങനെ മറ്റേത് പരിപ്പോടൊക്കെ വിട്ടോടെ എത്തിയതല്ലേ, പിന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ മുറുക്കും കട്ടൻ ചായയും ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം ഏതാണ്ട് ഇഷാമാരുവിന്റെ ഇടയിലാണ്. ഒരു 5-8 ആൾക്കാരുണ്ട്, പല പാർട്ടിക്കാരും ആൾക്കാരൊക്കെ വട്ടമേശയിലും വർത്താനൊക്കെ പറയും. പാമ്പ് എന്ന് പറഞ്ഞൊരു വിളി. അപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ഒരു പാമ്പ്, അത് മൂർഖൻ പാമ്പാണ്. ഇനി നിങ്ങൾ അവിടെ നടക്കുന്ന പ്രക്രിയയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാട്ടെ. ചില ആള് പകുതി തിന്ന മുറുക്കാട വെച്ചിട്ട് പോയി, കട്ടൻ ചായ പകുതി കിട്ടിട്ട് പോയി, വടിയെടുക്കുന്ന് പറഞ്ഞു, ടോർച്ച് എടുക്കുമെന്ന് പറഞ്ഞു, ചിലർ മരത്തുമ്മ കയറി, ചിലർ ദൂരെ നിന്ന് കല്ലെടുത്തു, ചില ആൾക്കാർ പീടിയെന്നും ബെഞ്ചിന്റെ മേലിട്ട് കാല് ഉയർത്തി പിടിച്ചു. കാരണം നമ്മളെ തടി സലാമത്താക്കുക എന്നുള്ള ഇതെല്ലാം നമ്മൾ സംഘാടകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ജനുസുകളാണ്. അങ്ങനെ ഒരാ അടിക്കുന്നു, കൊല്ലുന്നു, ടോർച്ചടിക്കുന്നു, ഒച്ചയുണ്ടാക്കുന്നു, എറിയുന്നു. ആ ബഹളത്തിൽ പാമ്പ് മരിച്ചു, ചത്തു. പാമ്പ് ചത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളപ്പോ വേഗം പോയിട്ടുണ്ടാവും. പാമ്പ് ചത്തു കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരായി പിരിയും. ബാക്കിയുള്ള കട്ടൻ ചായ എടുത്ത് മുറുക്കെടുത്ത് തിന്ന് കുടിച്ച് പോവും. അവസാനം ഒരു 3 ആള് ബാക്കിയുണ്ടാവും. അവരെ പ്രശ്നം എന്താ? ഇത് കുഴിച്ചിടണ്ടേ, ഇത് വൈകിട്ട് പോകാൻ പറ്റുമോ? മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവർ വീണ്ടും എമർജൻസി കൊണ്ടാന്ന് മൺവെട്ടി കൊണ്ടാന്ന് കുഴിച്ചിട്ട് കല്ലെടുത്ത് വെച്ച് ഉപദ്രവമില്ല എന്ന് ഉറപ്പിച്ചിട്ട് ചായ ഉണ്ടോ എന്ന് ചോദിച്ച് 3 ആൾ ഇരുന്നിട്ട് ദയനീയമായി ലേറ്റായിട്ട് നിൽക്കുന്ന ഒരു രംഗം. ഒരാൾ പ്രസിഡന്റ്, മറ്റേ സെക്രട്ടറി, 3-ാമത്തെ ആൾ ട്രഷററായിരിക്കും, കമ്മിറ്റിയിലെ. അവസാനം കസേര എടുത്തു വെക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അയാളാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യബോധം. വലിയ സമ്മേളനം കഴിഞ്ഞ് 1/2 മണിക്കൂർ നിങ്ങൾ പോയി നോക്കിയാട്ടെ, മൈക്കോപ്പറയുടെ അടുത്ത് നിന്നിട്ട് പൈസ എണ്ണുന്ന 2 ആളുണ്ടാവും. പാവങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. അത്രയധികം ഉള്ളിൽ ലക്ഷ്യത്തെ പേസ്റ്റ് ചെയ്യപ്പെട്ട സംഘാടകൻ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ടീം ഉണ്ടെങ്കിൽ സംഘാടകനൊരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല. വളരെ സൂക്ഷ്മമായി വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും.
അപ്പം അതിനുള്ള കരുത്താണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. അതിന് നമ്മൾ എന്തിനൊക്കെ ചിന്തിക്കണം. അപ്പോ അങ്ങനെ ഓരോ ലക്ഷ്യം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് പണിയും, അതിനാണ് കമ്മിറ്റ്മെന്റ് എന്നും പറയാം. മരിച്ചാലും പെടൂല എന്ന രീതിയിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് പിന്നീട് ഉണ്ടായി വരുന്നത്. ഇപ്പം ഷറഫുദ്ദീൻ അവിടെ നിൽക്കുന്നുണ്ട്. ഷറഫുദ്ദീന് ഞാനിപ്പോ ഒരു പണി കൊടുക്കാൻ പോവാണ്. ഷറഫുദ്ദീന് നിനക്ക് 20 സെക്കൻഡ് സമയമുണ്ട്. ഇവിടെ നേരെ വന്നിട്ട്, നീ നേരെ നിൽക്കുന്നോണ്ടാണ്, എനിക്ക് നേരെയുള്ള ഒരാൾ എന്നുള്ള നിലക്കാണ്. ഇവിടെ വന്നിട്ട് ഇല്ലെങ്കിൽ എന്റെ സെക്രട്ടറി സ്ഥാനം ഈ മീറ്റിൽ തന്നെ പോകും. നേരെ സ്ഥാനത്തിനല്ലോ പ്രധാനം. ഞാൻ അനിയായിട്ട് ലക്ഷ്യം കണ്ടോ, ഇത്രയും നല്ല ലേണിംഗ് ഉള്ള ഒരു കഴിവുള്ള ഒരാളെ നമ്മൾ എങ്ങനെയാ ഇന്ന് ഒഴിവാക്കാം. അപ്പം ഷറഫുദ്ദീന്റെ പണി ഇതാണ്. ഇവിടെ 20 സെക്കൻഡ് വേണ്ട, എനിക്ക് 10 സെക്കൻഡ് മതി. ഇവിടെ വന്നിട്ട് ഷറഫുദ്ദീൻ നേരെ വന്നിട്ട് എനിക്ക് ഷെയ്ക്കാനായിട്ട് മുസാഫഹത്ത് ചെന്നിട്ട് തിരിച്ച് അവിടെ തന്നെ പോയിട്ട് ഇതുപോലെ കൈകെട്ടിച്ച് നിൽക്കണം. കൈകെട്ടിയത് ഇപ്പം ബുദ്ധിമുട്ടായി. അപ്പൊ എനിക്കുള്ള സമയം എത്രയാണോ അതിന്? 10 മിനിറ്റ് അല്ല, 10 മിനിറ്റ് കൊണ്ട് വന്ന് അങ്ങ് ചാർജിൽ പോയിട്ട് ചോദിച്ചു വരും ചിലപ്പോ. 10 സെക്കൻഡാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നിന്റെ മുന്നിലുള്ളതൊക്കെ പ്രതിസന്ധികളാണ്. അത് വേറെ അങ്ങ് മാറിത്തരും എന്നൊന്നും നീ വിചാരിക്കണ്ട. കണ്ടോ, അതൊന്നും അങ്ങനെ പെട്ടെന്ന് നിനക്ക് വേണ്ടിയിട്ട് മാറിത്തരും നീ വിചാരിക്കൊന്നും വേണ്ട. ആ സമയത്ത് നിന്റെ മാക്സിമം എനർജി ഉപയോഗിച്ചിട്ട് നീ അത് കാണിക്കണം. 10 സെക്കൻഡ്. വഴിമാറി നടക്കാൻ പാടില്ല, സമസ്തന്റെ വഴിയിൽ. നേരെ ഞാൻ സ്റ്റാർട്ട് പറയാൻ പോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്റ്റാർട്ട്. നേരെ 10 സെക്കൻഡേ ഉള്ളൂ. മോനെ തിരിച്ചു പോണോ? എന്താണെന്നറിയോ? എന്താണ് വിഷയം? എന്താ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഷറഫുദ്ദീന് ഒരു പ്രാവശ്യം സെക്രട്ടറി ആയിട്ടല്ലേ ഉള്ളൂ. എത്ര കൊല്ലം നമ്മുടെ സെക്രട്ടറിന്റെ പോസ്റ്റ്? 2 അല്ലേ? അടുത്ത കൊല്ലം കൂടി ആവുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നല്ല അവിടെ ഒരു വിഷയമുണ്ട്. ഷറഫുദ്ദീന്റെ മുന്നിൽ എന്തുണ്ട്? ഒരു ടാസ്ക് ഉണ്ട്, ഇല്ലേ? എന്താണത്? ഇവിടെ എത്താൻ ടാസ്ക് മാത്രമേ ഉള്ളൂ. എന്തുണ്ട്? ടൈമുണ്ട്. TT, നമ്മുടെ ടൗൺ ടു ടൗൺ ആയി. ഇനി എന്തും കൂടി ചേരണം, 6 കൂടി ചേരണം. TTR, നമുക്ക് ഇഷ്ടമില്ലാത്ത ആള് റെയിൽവേ സ്റ്റേഷനിലെ 3 ചേർന്നാലേ ഷറഫുദ്ദീന്റെ പെർഫോമൻസ് വൃത്തിയാവുള്ളൂ. ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ല ടാസ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. റിസോഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടോ? റിസോഴ്സ് എവിടെയാ ഉള്ളത്? ഷറഫുദ്ദീന്റെ ലോകത്ത് ഏത് പ്രവർത്തനവും മര്യാദക്ക് നടക്കാൻ നമ്മൾ ആരും ഓർമ്മിച്ചാൽ മതി? TTR. അവരൊന്നും മര്യാദക്ക് നടത്താത്തവരാണ്. TTR ഓർമ്മിച്ചാൽ മതി കറക്റ്റായിട്ട്. ഇവിടെ ഷറഫുദ്ദീന് ശക്തിയുണ്ട്, കരുത്തുണ്ട്, നല്ലോണം വർത്താനം പറയുന്നുണ്ടായിരുന്നു നേരത്തെ, ബിരിയാണിയും മുട്ടയോ അതൊക്കെ ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഈ സമയത്ത് ഷറഫുദ്ദീൻ എന്തുമാത്രം ചെയ്തില്ല? തടി മാത്രം ഉപയോഗിച്ചു, വേറെന്ത് ഉപയോഗിച്ചില്ല? ഉപയോഗിച്ചില്ല. മാറി നിൽക്കണം, അങ്ങോട്ട് സമയമില്ല എന്ന് പറഞ്ഞാൽ അറിയാണ്ട് ഈ കൂട്ടർ അത്രയും ദുർബലരായ ആൾക്കാരായി ഇരിക്കുന്നത്. ഇവരെല്ലാം എന്തായിപ്പോ അപ്പൊ തന്നെ മാറിപ്പോ. അതാണ് ഈ മരിച്ച വീട്ടിലൊക്കെ കാണാൻ ചില കാരണന്മാർ. ഇതെന്ത് സിറ്റുവേഷൻ മൊത്തം ആളെ കയ്യിലായി. കല്യാണം വീട്ടിൽ കാണാൻ നമ്മള് ചില സത്യമാര് ലീഡറാ, സിറ്റുവേഷൻ മൊത്തം അവരെ കൈമലായി. അതും പാടി ഇതും പാടി നടക്കുന്ന പിള്ളേരെടുത്ത് കാർണർ എടീട്ടുണ്ട്. ഇക്കടോ പറഞ്ഞു കേട്ടില്ലേ? മതി ശംസുൽ ഉലമ ഒരു കൈവരൽ ഞൊടിച്ചപ്പോ സദസ് മൊത്തം എണീറ്റെന്ന് നിങ്ങൾ പറയില്ലേ? എന്തേ ഉസ്താദ് അവർക്ക് മർത്തതവും പറഞ്ഞുകൂടായിരുന്നോ? വർത്താനം പറഞ്ഞുകൂടായിരുന്നോ? കൈ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്ന ആശയപരിമത്തിന് ലീഡറുടെ സ്ഥാനത്ത് അപാരമായ സ്ഥാനമുണ്ട്. അപ്പം ഇത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഷറഫ് നാം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ റിസൾട്ട് എന്താവുമായിരുന്നു? അപ്പൊ നമ്മൾ പറയും ഇത് നടക്കുന്നില്ല പക്ഷേ ഇതെന്ത് ഇങ്ങനെ ആൾക്കാരൊന്നും ശരിയാകുന്നില്ല. ഞാൻ എന്റെ തടി കൊണ്ട് ഇത്രയും അധ്വാനിച്ചു, ഊണുമില്ല ഉറക്കുമില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾ വർത്താനം പറഞ്ഞോ എല്ലാവരോടും മര്യാദയ്ക്ക്? നിങ്ങളെ ഈ അവസ്ഥ ഒന്ന് ബോധിപ്പിച്ചോ? നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞോ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കിയിട്ട് ഏറ്റെടുക്കണ്ടേ? ഞാൻ പിന്നെ കണ്ടോ
സംഘാടകന് 5 തരം, സംഘാടകന്റെ 5 തരം വ്യക്തിത്വത്തെക്കുറിച്ച് ബിഗ് 5 പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഇതിൽ പറയുന്നുണ്ട്. ഇതെല്ലാ തരം ആൾക്കാരും നമുക്ക് വേണ്ടതുമാണ്. അതാണ് ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനുൻ മർസൂസ് എന്ന സൂറത്തു സഫിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ. അല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. എങ്ങനെ? സഫൻ, അണിയണിയായിട്ട്. അത് ഇതുപോലെയാണ്, അവരൊരു പണിതീർത്ത ബിൽഡിംഗ് പോലെയാണ്. പണിതീർത്ത ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? അതിൽ കല്ല്, മണ്ണ്, വെള്ളം, സിമന്റ്, പുട്ടി, പെയിന്റ്, വൈറ്റ് സിമന്റ്, ഇങ്ങനെ തുടങ്ങി എല്ലാ തരം ഇനങ്ങളും എവിടെയുണ്ട്? ഈ പണിതീർത്ത ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ വർത്താനം പറയുന്നയാള്, എതിർക്കുന്നയാള്, തർക്കിക്കുന്നയാള്, ചിന്തിക്കുന്നയാള്, എഴുതുന്നയാള്, പൈസയുള്ള ആള്, കായബലമുള്ള ആള്, ഈ സാധനങ്ങളും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു സംഘടന ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ കാണണം നമ്മുടെ പ്രവർത്തന മേഖലയിൽ. ബിഗ് 5 എന്ന് പറയുന്നതിൽ 5 തരം രൂപത്തെക്കുറിച്ച്, 5 തരം ആളുകളെ കുറിച്ച് വിശദീകരിക്കേണ്ട. അതിൽ ഒന്നാമത്തെ ഒരു തരം എന്ന് പറയുന്നത്, അതിനെ ഓർമ്മിക്കാൻ ഞാൻ ഒരു വാക്കും കൂടി നിങ്ങളെ പഠിപ്പിച്ചു തരാമോ? നിങ്ങൾ സമുദ്രം ഓർമ്മിച്ചാൽ മതി. ഞാൻ സംഘാടകന്റെ ചിരി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ചൊരു അധ്യായം ഉൾപ്പെടുത്തിയതായി ഓർമ്മിക്കുന്നുണ്ട്. സമുദ്രം എന്ന് പറയുന്ന, സമുദ്രത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഓഷ്യൻ അല്ലേ? OCEAN. ഈ ഓരോ അക്ഷരം തുടങ്ങുന്നതിനും ഓരോ തരം സംഘാടകരെ കാണാൻ പറ്റും. ഓ എന്ന് പറയുന്നതിൽ ഓപ്പൺനെസ് എന്ന് പറയുന്ന ഒരു തരം സംഘാടകൻ. ഓപ്പൺനെസ്. എന്താ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ? എല്ലാം തുറന്നു പറയല അല്ല. ഓപ്പൺനെസ് എന്ന് പറയുന്നത് തുറന്നു പറയുന്ന ആളല്ല. അത് എല്ലാറ്റിനും റെഡിയായി നിൽക്കുന്ന ആളാണ്. ഫേസ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആളാണ്. ചില സംഘാടകരൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ മുങ്ങിയിട്ടുണ്ടാവും, കുറെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. എന്നിട്ട് അറിയാം ഞാനെന്ത്, എന്താ ഈ കാര്യങ്ങൾ ഫോണൊക്കെ ചോദിച്ച് അല്ലേ? എന്താ ഒരു വിഷയം നടക്കുന്നിടത്ത് നമുക്ക് 4 രീതിയിൽ ഇടപെടാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഒരു വിഷയം, ഒരു പ്രശ്നം നടക്കുന്നിടത്ത് മനുഷ്യന്മാർ സാധാരണ 4 രീതിയിൽ ഇടപെടുക. 4ഉം F കൊണ്ട് തുടങ്ങുന്ന രീതികളാണ്. ഒന്ന് ഫേസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഫേസ് ചെയ്യാം, സിറ്റുവേഷൻ ഫേസ് ചെയ്യാം. നിന്ന് ഫേസ് ചെയ്യും നേതാവ്, നേരെ നിന്ന് ഫേസ് ചെയ്യും. അയാൾ ഉണ്ടെങ്കിൽ തന്നെ മതി, ബാക്കി അണികൾ ചെയ്തോളൂ, ഓരോ സാന്നിധ്യം മതി. ഫേസ്. അടുത്ത F നോക്കണേ നിങ്ങൾ, ഫൈറ്റ്. അല്ല, ഓറുണ്ടെങ്കിൽ തന്നെ എന്താക്കി തളിയത്? ഫൈറ്റ് ചെയ്തിട്ട് കോലം കെടുത്തി കളയും. അത് സിറ്റുവേഷൻ അയാൾ ഫേസ് ചെയ്യല്ല ചെയ്യുന്നത്, അയാൾ ചാടി വീണിട്ട് ഇതുവരെ വൃത്തിയായി പോയതാ, വരലോട് 30 വരലോട് കൂടി മൊത്തം അത് മാറി. മൂന്നാമത്തത് നിങ്ങൾ നോക്കൂ, ഫ്ലൈറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തായി പോവാ, അങ്ങനത്തെ രംഗം കാണുമ്പോൾ ഓടിപ്പോവാ. 4ാമത്തത് ഫ്രീസ്. ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഐസിൽ വെക്കുക. ഒരു സമയത്ത് പരിഹരിക്കേണ്ട പ്രശ്നത്തെ ചെയ്യാതെ, ഇടപെടാതെ അങ്ങനെ മാറ്റിവെക്കുക. അവസാനം എല്ലാം കുളമായി കഴിഞ്ഞതിന് ശേഷം 4 കമ്മിറ്റി കൂടി ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് മസലത്താക്കി ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്യുന്ന ഒരു രീതി ഇല്ലാത്തത് കൊണ്ട്. ഇതെല്ലാം ഓപ്പൺനെസ് എന്ന് പറയുന്ന ഒരു സംഘാടകനെ കൊണ്ട് കിട്ടുന്ന ഗുണമാണ്. രംഗത്തുണ്ടാവും, പ്രത്യക്ഷത്തിലുണ്ടാവും, ഇടപെടാൻ പറ്റും, അയാൾക്ക് സാധിക്കും, അയാൾ കരുത്ത് പുറത്തേക്കെടുക്കും. പല ഘട്ടത്തിലും നമ്മൾ കാണാം. അപ്പം വളരെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് ഓ കഴിഞ്ഞ് അടുത്തത് സി. അത് കോൺഷ്യസ്നെസ് എന്നാണ് അതിന്റെ വാക്ക്. നിങ്ങളെ കൂട്ടത്തിന് ആർക്കെങ്കിലും ഒന്നതെണീറ്റിട്ട് പറയാൻ പറ്റുമോ ആ വാക്ക്? എന്നാ ഒന്നിച്ചു പറയാം, ഒന്നിച്ചു പറഞ്ഞ എല്ലാവരും. കോൺഷ്യസ്. അതാണ് സംഘടനന്റെ പ്രത്യേകത. കണ്ടോ, നമുക്ക് ഒറ്റക്ക് പറയാൻ തന്നെ പേടിയാ, ഒന്നിച്ച് തെറ്റിയാലും പ്രശ്നമില്ല. കണ്ടോ, ഒന്നിച്ചാവുമ്പോൾ തെറ്റിയാലും പ്രശ്നമില്ല. ഒറ്റക്കാകുമ്പോ ആവുമോ, പഠിച്ചോനെ നടക്കുവോ? ഇത് നിങ്ങളെല്ലാം ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബെൽറ്റായി നിൽക്കണം. നമ്മൾ ഏത് പിഴവും പരിഹരിക്കാൻ ഏതിന് സാധിക്കും? സംഘത്തിന് സാധിക്കും. റൈറ്റ്? അപ്പൊ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇൽത്തിസാം. ഞാൻ വിടൂല എന്ന് പറയുന്നത്.
കുഞ്ഞുങ്ങൾ 4 മണിക്ക് എണീക്കുന്നു പഠിക്കാൻ. കാരണം എൻട്രൻസ് പരീക്ഷ ജയിക്കണം. ഞാൻ വിടൂല. മുഹമ്മദ് അലി ശിഹാബ് എന്ന് സ്റ്റെപ്പിന്റെ ഞങ്ങളുടെ കാര്യമായ പാറ്റേൺ. ആര്? IAS കാരൻ. 99 നടന്ന സർഗലയം കണ്ണൂർ, 2002 നടന്ന സർഗലയം കടമേരിയിൽ നടക്കാതെ പോയത് കോഴിക്കോട് മുക്കത്ത് പെട്ടെന്ന് സംഘടിപ്പിച്ചെടുത്ത് അന്ന് മുഹമ്മദ് അലി ശിഹാബായിരുന്നു ഈ നമ്മളുടെ ഓഫീസ് മാനേജർ. ഞാൻ ഓർമ്മിക്കാതെ ഞാനന്ന് രാത്രി ഒരു സ്യൂട്ട് കേസിൽ നിറയെ കടലാസുമായി പൊടുന്നനെ ഇവിടെ മുക്കത്തെത്തിയപ്പോ ഞാൻ അവരോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, എനിക്ക് ഓഫീസ് മാനേജ് ചെയ്യാൻ ഒരാളെ തരണം. 2, 10-20 വളണ്ടിയർമാരെ തരണം. 2 പേരെ രാവിലത്തേക്ക് എത്തിച്ചു. അങ്ങനെ ഓഫീസ് മാനേജ് ചെയ്യാൻ ഒരു പയ്യൻ ശിഹാബ്, TTC മാഷ്, എല്ലാം വൃത്തിയായി കൈകാര്യം ചെയ്തു. രാത്രി ഒരു ടെൻഷനും നമുക്ക് ആർക്കും തന്നില്ല. ഞാനും ഷാഹുൽ അമീദ് മാഷ് വന്ന് രംഗത്തുണ്ട്. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് പോലും എഴുതി സ്റ്റേജിലേക്ക് എത്തിച്ച ഷിഹാബിന്റെ കൈ പിടിച്ചിട്ട് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, നീ ഒരു മാഷൊന്നുമല്ല, എൻ്റെ ഉള്ളിലൊരു മാനേജറുണ്ട്. IAS കിട്ടിയിട്ട് പാണക്കാട് നിന്ന് അവാർഡ് വാങ്ങി പോകുമ്പോൾ ഷിഹാബ് അത് വിളിച്ചിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്തതാണ് ഞങ്ങൾ ഓർമ്മ വന്നത്. ആ മുഹമ്മദ് അലി ഷിഹാബ് എന്ന സ്റ്റെപ്പിന്റെ പാറ്റേൺ ആണ്. മുഹമ്മദ് അലി ഷിഹാബ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉമ്മാനോട് പറയുമായിരുന്നു അത്രേ, ഉമ്മ ചോറെടുത്ത് വെച്ചോ, എന്നെ വിളിക്കല്ലേ. ഫോൺ എടുത്തോ, പക്ഷെ എനിക്കാണെങ്കിൽ എന്നോട് വിളിക്കല്ലേ. 4 മാസത്തേക്ക് സ്വന്തം ഭാര്യയെ ജോലിയിൽ നിന്ന് ലീവ് എടുപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് റൂമിൽ കുത്തിരുന്ന് പഠിച്ച യത്തീംഖാനയിലെ പ്രോഡക്റ്റാണ് ഒന്നന്തരം സുന്നി ആദർശത്തിലുള്ള SKSFനെയും ട്രെൻഡിനെയും സ്റ്റെപ്പിനെയും ഒക്കെ നെഞ്ചിലേറ്റുന്ന നമ്മളൊരാളാണ് ശിഹാബ്. അവൻ നോക്ക് കോൺഷ്യസ്നെസ് വിടൂല എന്ന് പറയുന്ന മനോഭാവം. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അന്നന്ന് ചെയ്യുന്ന സ്വഭാവമുള്ള എത്ര ആളുണ്ട് ഈ കൂട്ടത്തിലൊന്ന് കൈവയ്ക്കുക. അന്നെന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാലോ അല്ലെ? 2-3 ആൾക്കാരുണ്ട്. അത് വലിയ കാര്യം. അത് അന്നന്ന് ചില ആൾക്കാർ അങ്ങനെ കൈവെക്കുമ്പോഴും ശ്രദ്ധിക്കണം. ആകെ ദിവസം 2 കാര്യമേ ചെയ്യാനുണ്ടാവുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായി കിടന്നുറങ്ങുന്നതിനൊപ്പം ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ നാളേക്ക് മാറ്റി വെക്കുന്ന അസുഖത്തിന് എമർജൻസി സിൻഡ്രോം എന്നാ പറയാം. ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. ഏറ്റെടുത്തത് ഞാൻ ചെയ്യൽ മാത്രമല്ല, ഞാൻ ഇന്നതുകൊണ്ട് ചെയ്തിട്ടുണ്ട്, ഇന്നതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ സംഘടനക്ക് കൊടുക്കുന്ന എത്ര മഹത്തരമായ ഒരു കാര്യമാണത്. എത്ര സമയം നമ്മൾ വെറുതെ കളയുന്നത് ഇവിടെ തന്നെ. എത്ര സമയം നമ്മളത് വെറുതെ കളയുന്നുണ്ട് ഈ നാട്ടില്. അപ്പൊ എന്തെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. LRF DC ആയിട്ടുണ്ട്. തിരിച്ചുവരും. LRF ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ഇല്ലാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ക്യാമറ ഉണ്ടാകുമ്പോഴാണ് DC. ഞാൻ അപ്പം മൈക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ശബ്ദമൊക്കെ ബ്ലോക്ക് മാറി. ഏതാണ്ട് 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിലതാ നീലപനിയിട്ട അദ്ദേഹത്തിന്റെ പേരെന്താ?
നീ എണ്ണി മനസ്സിൽ കറക്റ്റായിട്ട് 1 2 അല്ലേ? എണ്ണീന വിരലില് ഏതാണ്ട് നമ്മൾ അധ്യക്ഷന്റെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ്. ഞാനത് ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ സമയം എന്ന് പറയുന്നത് എത്രയാന്ന് ഒരു നമുക്ക് അറിയില്ല. അത് ആ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണുള്ള ഒരു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാ ഇതിലേക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 3-1 8 മണിക്കൂറാണ്. അപ്പൊ പലർക്കും സമയം ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചിലർക്ക് ഉണ്ടായിട്ടോട്ട് മതിയാവുന്നു ഇല്ല. അപ്പൊ മനസ്സിന്റെ അകത്ത് സമയത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ, ഇതാണ് സമയം, ഇതിൽ ഇത്ര ഇപ്പം ഷാർജയിൽ നിങ്ങൾക്ക് ഇവിടത്തേക്ക് വരണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. വെറും ഒരു ട്രാഫിക്കും ഇല്ലെങ്കിൽ ഒരു വണ്ടി ഓടിയിട്ട് ഇവിടെ എത്താൻ എത്രയേ വേണ്ടുള്ളൂ? 15-20 മിനിറ്റ്. എന്നാൽ നമ്മൾ അതിനെ 1 മണിക്കൂറിലേക്ക് കടത്തിയിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്, ഇന്നതാണ് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പൊ സമയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രം രൂപപ്പെടാത്തിടത്തോളം കാലം നമുക്ക് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ജിഹാദിന്റെ ഏറ്റെടുത്താൽ അത് വിടൂല. നേതാവിന് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മാനത്ത ഞാനത് ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുന്ന കണ്ണിയറ്റുപോകാത്ത ഒരു സംഘം ഉണ്ടെങ്കിൽ എന്താ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഉറുമ്പിനെ കണ്ടിട്ടില്ല നിങ്ങൾ? അത് ഏറ്റെടുത്തത് എത്ര വൃത്തിയായി കറക്റ്റായി സമയബന്ധിതമായി ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. എവിടുന്നാണ് ആ എനർജി കിട്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ജന്മനാ കൊടുത്തൊരു സെൻസാണത് വർക്ക് ചെയ്യാൻ. അവൻ കോൺഷ്യസ്നെസ് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ശീലിച്ചെടുക്കണം. ഒന്ന് ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം കാണിക്കണം. 2 അതിനുവേണ്ടി കിടക്കാനുള്ള ഒരു മനഃശക്തിയും കാണിക്കണം. ഇതിന്റെ റിസൾട്ട് നമുക്ക് എപ്പോഴോ കിട്ടുമായിരിക്കും. നമ്മൾ കിടക്കുന്നു, റിസൾട്ട് നമുക്ക് എപ്പോഴോ കിട്ടുമായിരിക്കും. 3ാമത്തത് ഓഷ്യനിൽ ഇനി എന്താ ബാക്കിയുള്ളത്? ഈ എന്ന് പറയുന്നത് എക്സ്ട്രാവേഷൻ എന്നാണ്. അത് ചില സംഘാടകർക്ക് അത് ഉണ്ടാകും, ചിലർക്ക് ഉണ്ടാകുകയും ചെയ്യില്ല. എക്സ്ട്രാവേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാ ആളുകളെയും കാണാനും വർത്താനം പറയാനും കൈപിടിക്കാനും പേര് ചോദിക്കാനും വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ച് ആശയവിനിമയം നടത്തുന്ന ഒരു കരുത്ത്. ഒരു നല്ല സംഘാടകന്റെ കൂടെ പലപ്പോഴും ആളുകൾ നിൽക്കണമെങ്കിൽ ഈ ഒരു സ്വഭാവം നല്ലതാണ്. കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കാണാം, ഒന്നുമില്ലെങ്കിൽ എന്താ മുപ്പര വർത്താനം തന്നെ നമുക്ക് പറ്റി. അത് ഒരു ലീഡർക്ക് ഉണ്ടാക്കേണ്ട നല്ല ക്വാളിറ്റിയാണ്. ചില ആളുകൾ അത്രയും സംസാരിക്കുകയും ചെയ്യില്ല, പക്ഷെ അയാളുടെ ഗുണം എന്താണ്? നമ്മൾ പറഞ്ഞ 1ാമത്തെ ഗുണം അല്ലെങ്കിൽ 2ാമത്തെ ഗുണം. ഇയാൾക്ക് 2ാമത്തെ 1ാമത്തെയും ഗുണമില്ല, പക്ഷെ എന്തുണ്ട്? മനുഷ്യന്മാരെ കയ്യിലെടുക്കുന്ന ഒരു PR വർക്കിന് പറ്റുന്ന എല്ലാ സ്വഭാവവും ഉണ്ട്. പിടിച്ചാ വിടൂല, കൊണ്ട് കിടക്കും. അതാണ് ശുഹൈബ് തങ്ങളെ അജ്മാനിന്റെ തീരത്ത് നിന്ന് ആ കുട്ടിനെ പിടിച്ചത്. അവിടെ എവിടെയും ഇരിക്കൂറ് ആയിപ്പോയുള്ള കുട്ടിയെ. പിന്നെ എന്താണോ വർത്താനം പറഞ്ഞ് പിടിച്ച് കൊണ്ടുവന്ന് ഫോൺ നമ്പർ വാങ്ങി വിളിച്ച് ചോദിച്ച് കൂട്ടി നടക്കുക എന്ന് പറയുന്ന ഒരു സംഘാടകന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. ആൾ വർത്താനം പറയും, ചോദിക്കും. ചില ആളുകൾക്ക് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മതിയായി പോകും. ബീബാബിന്റെ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കണ്ണൂരിൽ നടന്ന ക്യാമ്പില് മുസാഫഹ എന്ന് പറഞ്ഞൊരു സെഷൻ ഞാൻ ചെയ്തിരുന്നു, അസർ മുതൽ മഗ്‌രിബ് വരെ. അപ്പൊ അതെന്താണ്, എല്ലാരെയും കണ്ടു വർത്താനം പറഞ്ഞ് കൈപിടിച്ച് പറയേണ്ട ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിശീലനമാണ്. കഴിഞ്ഞിട്ട് വന്ന കുറെ ആളുകൾ പറഞ്ഞു, ചില ആളെയൊന്നും കൈ അധികം നേരം പിടിക്കാനും പറ്റുന്നില്ല, വർത്താനം പറയാനും പറ്റുന്നില്ല. ചില ആളെടുത്ത് എത്ര സമയം ചെലവഴിച്ചിട്ടും മതിയാ. എന്തുകൊണ്ടാണത്? ഈ എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന ക്വാളിറ്റി ചില ആളുടെ ഉള്ളിൽ ഉണ്ടാവില്ല, ഒരു അറ്റാച്ച് ചെയ്യാനുള്ള. നമുക്ക് അപ്പൊ എന്ത് സംഭവിക്കും? വേഗം അയാൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും ഇങ്ങോട്ട് കൊടുക്കാതെ അങ്ങോട്ട് കൊടുക്കാതെ ഒരു സംഘാടകന്റെ കൂടെ ആളുകൾ നിൽക്കൂല. ഇതൊരു വലിയ ഗുണമാണ്. നമ്മുടെ നാട്ടിൻപുറത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ലേണ്ടായിട്ടുള്ള പഠിച്ച സംഘടനാ പ്രവർത്തകരാണ് നിങ്ങളെല്ലാം. നിങ്ങൾ നേതാവിന്റെ ഗുണം നോക്കിയിട്ടോ ഈ പ്രക്രിയ നോക്കിയിട്ടോ ഒന്നും ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒത്തുകൂടുന്ന ആളുകൾ. എന്നാൽ നാട്ടിലെ സാധാരണ ഒരു നാട്ടിൻ പുറത്ത് വയലും കുന്നും കനാലും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആകെ ഒരു 100 വീട്ടുകാരുള്ള ഒരു മഹലിൽ ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എക്സ്ട്രാവേഷനാണ്. എല്ലാവരെയും വർത്താനെല്ലാം പറഞ്ഞ് പേരെല്ലാം ചോദിച്ച് മരിച്ച വീട്ടിലൊക്കെ പോയി കല്യാണ വീട്ടിലൊക്കെ പോയി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്ത് എന്തെല്ലാം വിശേഷം എന്നൊക്കെ ചോദിച്ച്. എന്റെ വീട്ടിന്റെ പുറകിൽ ഒരു കനാലുണ്ട്. അപ്പം കനാലിന്റെ സൈഡിലൂടെ ഞാൻ മഗ്‌രിബ് നമസ്കരിച്ചിട്ട് താഴോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുന്നു.
അപ്പൊ ഞാൻ അയാളോട് അയാള് എന്താ പോയി കഴിഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക്? എന്ന് പറയുന്ന ഒരു ലെവലില് എന്ത് തീർന്ന് നമ്മളെ വർത്താനം തീർന്നു. എന്ന് പറയുമ്പോ എന്റെ ഉദ്ദേശം എന്താ? കൂടുതലൊന്നും പറയാൻ എനിക്ക് നേരമില്ല, എനിക്കിന്നെ ഇഷ്ടമില്ല, നീ വേഗം വിട്ടോ, ഞാനും വിടുകയാണ്. ഈ ടൈപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ പറ്റില്ല. രണ്ടാമത്തത് അസ്സലാമു അലൈക്കും വലൈക്കും സലാം, എന്തെല്ലാം വിശേഷം, സുഖം തന്നെ. കണ്ടോ, എഴുതി വെച്ച ആശയവിനിമയം. അതിന്റെ അപ്പുറത്ത് പോവുകയും ചെയ്യില്ല. എന്തെല്ലാം വിശേഷം ചോദിക്കും, എന്റെ അസുഖമല്ല എന്നോട് പറ, ഞാൻ ശരിയാക്കി തരാനുള്ള ഉദ്ദേശം ചോദിക്കുന്നേക്കൂല്ല, പറയുന്നേക്കൂല്ല, അതിന്റെ താഴോട്ട് പോകില്ല. മൂന്നാമത്തെ നമുക്ക് സലാം പറഞ്ഞ് ഉമ്മാന്റെ കാര്യമൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ, പാപ്പി ഇപ്പൊ എവിടെ ഉള്ളത്, എന്തെന്തിന്റെ കാര്യങ്ങളൊക്കെ കുറെ കാലമല്ല കിട്ടാത്ത എന്നൊക്കെ പറഞ്ഞ തോളിൽ കൈയൊക്കെ വെച്ച്. കണ്ടോ, അതിലൊരു ഏറ്റെടുക്കലുണ്ട്, അതിലൊരു ഉൾക്കൊള്ളലുണ്ട്. അത് സംഘാടകൻ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. മൂന്നാമത്തേത് വൃത്തിയായി ചിരിക്കാൻ പോലും അറിയാത്ത ആൾക്കാർ സംഘാടകരായിട്ടുണ്ടാവും പലയിടത്തും. മര്യാദക്ക് ചിരിക്കാൻ പോലും അറിയാത്ത, ഇലക്ഷന്റെ ചിരിയല്ല, മറ്റേ ഒറിജിനൽ ആയിട്ട് അതുണ്ടെങ്കിൽ തന്നെ എന്താ അവർ കൂടെ നിൽക്കാൻ തോന്നും. നാലാമത്തത് എന്ന് പറയുന്നത് അഗ്രിയബിൾനെസ്. കേരളത്തിലധികവും ഇല്ലാതെ, സംഘാടകർക്ക് ഇല്ലാതെ ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ് അഗ്രിയബിൾനെസ്. നിങ്ങൾക്കറിയാലോ എന്താണത്? വിട്ടുകൊടുക്കാനോ മീറ്റിങ്ങിലെ അന്ന് അവന്റെ ഉറക്കൽ, അപ്പൊ തന്നെ ഈ സാധനങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയല്ലോ. ഉറക്കില്ല, ഊണിൽ ഇവൻ ആ ഭാര്യനോട് മിണ്ടുന്നില്ല. പിന്നെ രാത്രി 12 മണിക്ക് ഞെട്ടിയിരിക്കുന്ന മെസ്സേജ് അയക്കുന്ന ഇവൻ രാവിലെ എണീറ്റോടെ തീരുമാനിച്ചു, ഞാനും എന്താവില്ല, വിട്ടുകൊടുക്കില്ല. അയാളോ വിട്ടുകൊടുക്കൂല. വിട്ടുകൊടുക്കാത്ത 2 നേതാക്കന്മാർ, അവരെ കൂടെ കുറെ അനുയായികൾ. പിന്നെ മൊത്തം നടക്കുന്നതൊക്കെ വിട്ടുകൊടുക്കായ്മയുടെ സംഘടനാ പ്രവർത്തനമാണ്. എത്ര എനർജി നമ്മൾ അതിനുവേണ്ടി കളയുന്നു. അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച്, എന്ത് കാര്യത്തിനാത്? എന്താണ് അതിന്റെ റിസൾട്ട്? ഒരു സമുദായത്തില് എന്താണ് അതിന്റെ റിസൾട്ട്? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മിടുക്കരായ ഒരു 6 ആളുകൾ മുന്നോട്ട് വരാമോ? മിടുക്കരായ 6 ആളുകൾ. അല്ല, സംഘടനക്ക് പറ്റുന്ന മിടുക്കന്മാര്. ചിലരൊക്കെ എണീറ്റോടെ വയറാ നോക്കുന്നത്. എന്താ പ്രശ്നം? നിങ്ങൾ മാപ്പ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു. മിടുക്കർ എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ അനക്കമില്ലായ്മ വന്നത്. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു ലാംഗ്വേജ് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ മിടുക്കനല്ല, മിടുക്കൻ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാ സംഘടനാ പ്രവർത്തനം ചെയ്യാൻ പറ്റുക? നിങ്ങൾ എണീറ്റ് വരണ്ടേ എല്ലാവരും? ഈ 4 ആളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ. ഞാനിപ്പോ എന്താണ് സംസാരിക്കുന്നതിനും അഗ്രിയബിൾനെസ് അല്ലേ, വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവം. 5ാമത്തെ ആള് ഒരാൾ വരും, ഒരാളും കൂടി വരും. ഇപ്പോഴാണ് മൂപ്പര് മിടുക്കിനെ കുറിച്ചുള്ള വിശ്വാസം. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ടാസ്ക് തരാൻ പോകുന്നത്, ഈ സ്ഥലം ഉപയോഗിക്കാം, നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം. ഇപ്പം 6 ആളുണ്ട്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത സംഘാടകരാണ്. നിങ്ങൾ ഇവിടെ ഒരു സംഘടനയായിട്ട് നിന്നാട്ടെ. 2 ആൾ ഇവിടെയും 4 ആൾ അവിടെയും. പെട്ടെന്നൊരു സംഘടനയായിട്ട് നിന്നാട്ടെ. നിങ്ങൾ 6 ആളാണ് ടോട്ടൽ ഉള്ളത്. എന്താ ഇറങ്ങിയില്ലേ? അതുപോലെ അത്ര പോലും അങ്ങോട്ട് പോകാൻ നേരം. അപ്പൊ നമുക്കിങ്ങനെ ഇവർ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചെറിയൊരു തടസ്സം മുന്നിൽ വന്നപ്പോൾ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടൊന്ന്, ഞാൻ വിചാരിച്ചെന്താണെന്ന് പറയാം, അറ്റത്ത് നിൽക്കുന്നവർ പെട്ടെന്ന് ക്രോസ് ചെയ്ത് വന്ന് കയ്യൊക്കെ പിടിച്ചൊരു വലയത്തിലായിട്ടെന്ന്. ഇവിടെയും സാധ്യതകളുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ സാധ്യതകളുണ്ടല്ലോ. നിങ്ങളെ കാണിച്ചാട്ടെ, 2 ആളും കൈ പിടിച്ചാട്ടെ, കൈ അങ്ങോട്ട് നീട്ടിക്കൊടുത്തോട്ടെ, നിങ്ങളിങ്ങോട്ട് കൈ നീട്ടിയാട്ടെ. എത്ര പെട്ടെന്നാകുമായിരുന്നു. കണ്ടോ? എന്താ നിങ്ങൾ ഉള്ളിൽ വർക്ക് ചെയ്തത്? നിങ്ങളിങ്ങോട്ടോ ഞാൻ ഇങ്ങോട്ടോ. വളരെ പ്രത്യക്ഷത്തെ മനുഷ്യന്റെ, ഞാൻ ഒരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്ത്
SKSSF ഗ്രൂപ്പിനല്ല, വേറെ ഗ്രൂപ്പിൽ 8 ആളെ വിളിച്ചിട്ട് ഞാനിതിങ്ങനെ ചെയ്യിച്ചു. നിങ്ങൾ പെട്ടെന്ന് സംഘമായി നിൽക്കുക. 8 ആളും വരി ആദ്യമുള്ളത് പെട്ടെന്ന് കാണാം. ഒരറ്റത്ത് പോയിട്ട് 4 ആളൊരു ഗ്രൂപ്പായി, ഇപ്പുറത്ത് ഒരു 4 ആളൊരു ഗ്രൂപ്പായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന പരിപാടി നിങ്ങൾ കാണിച്ചല്ലോ. സൗസ് ഒന്നിച്ച് ചിരിച്ചു. കാരണം എന്താ, പെട്ടെന്ന് ഈ ഗ്രൂപ്പാകാന്നൊക്കെ പറയുന്നത്. അതിവിടെ അതൊന്നുമല്ല നടന്ന നല്ല പ്രവർത്തകരാണ്. എനിക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാല് ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം ഞാനിത് വിടൂല എന്ന് പറയുന്നതിനെ കാണിക്കാനാണല്ലോ ഇവരെ വിളിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വേഗം അതിനുവേണ്ടി സെറ്റായി നിന്നതാണ്. അല്ലെങ്കിൽ ഇവരത് ശരിക്കും നിൽക്കുന്നതാ. സീറ്റിലേക്ക് പോയിരുന്നു. ജസാക്കമുള്ള. ഇത് മനുഷ്യന്റെ ഉള്ളില് സ്വാഭാവികമായും വിട്ടൊടി. ഞങ്ങൾ ഇത് പൊതുവെ ഈ കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷം കേരളത്തിൽ ഇപ്പോൾ വളരെ കൂടുതലാണ്. 59,000 വിവാഹമോചന കേസുകൾ കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റിൽ നിയമസഭയിൽ വെച്ചതാണ്. അതിൽ തിരുവനന്തപുരത്ത് 8,000, എറണാകുളത്ത് 7,000, മലപ്പുറത്ത് 6,000, അങ്ങനെ ഓരോ ജില്ലയിലും. അപ്പം ഇതിലെല്ലാം വളരെ കൃത്യമായി ഞങ്ങൾ കൗൺസിലിംഗ് സെഷനിലൊക്കെ മനസ്സിലാക്കുന്നത് വിട്ടുകൊടുക്കൂല എന്നുള്ള മനോഭാവത്തിൽ ആണ് നിൽക്കുക. ഭാര്യയും ഭർത്താവും വിട്ടുകൊടുക്കൂല എന്ന് പറയുന്നത്. അഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും കമ്മിറ്റി യോഗത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ പറയും, കേട്ടോ ഞാൻ ഒന്ന് കേൾക്കട്ടെ, അതൊന്ന് കേൾക്കാം, അതിലെന്തെങ്കിലും അപ്പുറത്ത് വേറെ ആളെനിക്ക് അതും കൂടി പറ. നമുക്ക് ഏതെങ്കിലും അങ്ങനെ ഒരു നല്ല അധ്യക്ഷനെ കിട്ടുമോ നമുക്ക്? ഇങ്ങോട്ട് നീ ഇരിക്ക്, നീ എന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ ഇരിക്ക്, ഞാൻ പറയുന്നവർക്ക് ഇയാളൊരൊറ്റ പറയില്ല. പറയുന്ന കേൾക്കാനേ ആൾക്ക് വിധിയുള്ളൂ. കമ്മിറ്റി യോഗമെല്ലാം വേഗം തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷെ പോയ ആൾക്കാർക്കൊന്നും എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, യാതൊരു സന്തോഷവും. അപ്പൊ പിന്നെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുറെ ചെറിയ മീറ്റിങ്ങുകൾ നടക്കും. ചോദിച്ചായിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ നല്ല അഭിപ്രായമായിരുന്നു, പക്ഷെ മറ്റോ ഇങ്ങനെ ആവശ്യമില്ലാണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ എന്ത് ചെയ്യും? എല്ലാവരും പറയുന്നത് കേൾക്കും. തീരുമാനം എന്ന് പറയുന്നത് എന്താ? തീരുമാനത്തിന് ഒരു ഡെഫിനേഷൻ കൊടുത്താൽ മലയാളത്തിന് ഏറ്റവും മികച്ച ബദൽ എന്നാണ് തീരുമാനത്തിനെ വിളിക്കുക. ഏറ്റവും മികച്ച ബദല്. അപ്പൊ കുറെ അവിടെ നിന്നൊക്കെ അഭിപ്രായം വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ബദലാണ് തീരുമാനം. അതിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ പാസ്സായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന്റെ ചില അംശങ്ങൾ അവിടെ ചേരുകയായി വന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്കും സന്തോഷമായി, ഇയാൾക്കും സന്തോഷമായി. അപ്പൊ എല്ലാവരും പറയുന്നത് കേൾക്കാന്ന് പറയുന്ന ഒരവസ്ഥ, ഞാൻ എന്ന് പറയുന്നത് മാറിയിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഞാൻ ഒരു ചെറിയ പണിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ സ്മാർട്ട്നെസ് അങ്ങനെയൊന്നും പറയുന്നില്ല. 2 ആളെ വിളിക്കണം. കൊട്ടില്ല ഒന്നിങ്ങോട്ട് വന്നു. ഈ ചെറിയ താണക്ക എന്തിന്റെ പറഞ്ഞു ഇവർ 2 ആളെ കൂട്ടത്തിൽ ആർക്ക് ആരോഗ്യം ഉണ്ടാകുക? അല്ല, ആർക്കാ ഉണ്ടാവും ആരോഗ്യം? ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒന്നൊരു പണി ചെയ്തു, ഇത് നോക്കോളൂ. നിങ്ങളൊരു പണി ചെയ്യോ, ഈ കയ്യൊന്ന് നോക്കൂ, നോക്കി പിടിച്ചേക്കണം. ഒന്ന് അയക്കാൻ നോക്കിയാട്ടെ. ഓക്കെ, ഇവിടിപ്പോ ഇവിടെ എന്താ നടന്നത്? ഞാൻ ഇദ്ദേഹത്തോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? പിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അയച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല, പിടിക്കുമ്പോൾ തന്നെ മുമ്പ് മനസ്സിലൊരു ഒറ്റപ്പെടുത്താം. കണ്ടോ എന്താ കാരണം? വിട്ടുകൊടുക്കരുതെന്ന് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഞാൻ വേറെ പണി ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റ ഡയലോഗ് കൊണ്ട് ഇവരെ ഞാൻ വെച്ചു. ഈ കൂട്ടത്തിൽ ആർക്കാണ് ആരോഗ്യം കൂട്ടുന്നതിനുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഇവരെ തീരുമാനിച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന, അതാണ് ആ ഡയലോഗ്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അപ്പൊ കാണിച്ചു കൊടുക്കാന്ന് പറയുന്ന ഭാഷയും കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ടോ എന്ത് തീരൂല, തർക്കം. ഇപ്പൊ നമ്മളോട് മതി എന്ന് പറഞ്ഞോണ്ടല്ലോ ചിലപ്പോ ഇവൻ എന്തെല്ലാം കാണിക്കുന്നത്. ചെറിയ കുട്ടി കാര്യമുണ്ടോ? മനുഷ്യന്മാർ അതിനു വേണ്ടി തലതല്ലി പൊളിച്ചു നടക്കുക. എവിടെയാ ഒറിജിനൽ സംഘടന കാണുന്നത്? എവിടെയാ നന്മ കാണുന്നത്? എവിടെയാ ചേർച്ച കാണുന്നത്? ഇനി ഈ കുട്ടിക്ക് ഇത്ര മനോഹരമായി ചിരിക്കുന്ന ഈ കുഞ്ഞിനെ ഒന്ന് ചോദിക്കായിരുന്നു സ്വകാര്യം ചെവിയില്. വഷളാക്കല്ലൊക്കെ ഒന്ന് പല പ്രശ്നങ്ങളൊന്ന് ചെവി പറയുമ്പോൾ തീരൂലേ?
നേരിട്ട് മത്സരത്തിന് വരാൻ നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ? പിന്നെ നമുക്കൊരു കാര്യം വർത്താനം പറയാം, നമുക്ക് ഇരിക്കാം. എത്ര ആൾക്കാരെ തന്നെ പ്രശ്നം തീർക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും മഞ്ഞുരുകി. എത്ര പെട്ടെന്ന് പിടിച്ചു പറയാൻ നമ്മൾ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. ഇനി തന്ത്രം ഉപയോഗിക്കാലോ, തന്ത്രപൂർവ്വം അദ്ദേഹത്തിന്റെ എവിടെ തൊട്ടാലോ അദ്ദേഹം ഉക്കിളിയാകാൻ നോക്കിയും ചിലപ്പോൾ ചെയ്തുകൂടെ. മനുഷ്യൻ അല്പം ടാക്ടിക് ഉപയോഗിച്ച്, സെൻസ് ഉപയോഗിച്ച്, തന്ത്രം ഉപയോഗിച്ച്, തന്മയത്വത്തോടുകൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുക. എന്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഈ പിടിച്ചുപറി നടത്തുന്നത്? വിട്ടുകൊടുക്കൂല എന്ന് പറയുന്ന മനോഭാവം ഉണ്ടാകുന്നത്. ഇത് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ആയിരിക്കും. അപ്പം ഇതാണ് ഞാൻ പറയാം, അഗ്രിയബിൾനെസ് വളരെ കുറയുന്നു. അഗ്രിയബിൾനെസ്സിലുള്ള നേതാവിനെ ആളുകൾക്ക് ഇഷ്ടമാണ്. അയാളുടെ കൂടെ നിൽക്കുക, അയാളുടെ കൂടെ വാക്ക പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മനുഷ്യനാ, അയാളെ പറ്റും. ഓ എന്തൊരു സന്തോഷ. നമ്മളെ വാക്കുകൾ എടുക്കുന്ന ഒരു മനുഷ്യനാ, അയാളെ പറ്റും. അയാൾ ഡെമോക്രാറ്റിക് ലീഡറാ, ആജ്ഞാപിച്ച് കർശനമായി നിയന്ത്രിക്കാൻ മാത്രം പഠിച്ച ലീഡറല്ല എന്ന അർത്ഥം. അപ്പൊ ഈ 4 ഞാൻ പറഞ്ഞതും സംഘാടകർക്ക് ഉണ്ടാകേണ്ട എന്തെല്ലാം 4 പറഞ്ഞതെന്ന് ആർക്കാ പറയാൻ പറ്റുമോ? ഓപ്പൺനെസ്, ഫേസ് ചെയ്യുക. 2 കോൺഷ്യസ്നെസ്, നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം, ജമാഅത്തായിട്ട് മാത്രം പറഞ്ഞു. പിന്നെ അഗ്രിയബിൾനെസ്, അല്ല ഈ എക്സ്ട്രാവേഷൻ, മനുഷ്യന്മാരോട് ഇടപഴകാനും വർത്താനം പറയാനും ചിരിക്കാൻ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ സ്വഹാബത്തിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ എന്തിനാ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞ് സലാം പറയൂലേ, നമ്മൾ അങ്ങോട്ടും സലാം പറയൂലേ. അപ്പൊ ഈ സലാം പറയലിലും കൊടുക്കലിലും വാങ്ങലിലും ചിരിയിലും വർത്താനത്തിലൊക്കെ കിട്ടുന്ന ഒരു ഊർജത്തിന്റെ കൈമാറ്റമില്ലേ. അടുത്തത് ഞാൻ പറഞ്ഞത് അഗ്രിയബിൾനെസ്, വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന. നമ്മള് ലോകത്ത് ഈ കേരളത്തിൽ ഈ കൂത്തുകളൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? കൂത്തുകൾ കണ്ടിട്ടുണ്ടോ അവരടങ്ങും? അതില് ഇങ്ങനെ പറയലുണ്ട്, തോൽക്കാതിരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന ചോദ്യം ഒരാൾ ചോദിക്കും. അപ്പൊ അയാൾ എന്നതിന് മറുപടിയും പറയും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. തോൽക്കാതിരിക്കാൻ എന്തുണ്ട് മാർഗം. നമുക്കൊക്കെ ഭയങ്കര കേൾക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് റെഡിയായി നിൽക്കുന്നില്ലേ? ജയിക്കാതിരിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മളെല്ലാം അത്രയുള്ളൂ. ചില സമയത്ത് എപ്പോഴും നമ്മൾ ജയിക്കണം വിചാരിച്ച് നടക്കുമ്പോ, കാരണം കുഞ്ഞാൻ മസൂദ് പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം ഒന്നും ചേർന്നിട്ടുള്ള ബിൽഡിംഗ് ആണ്, ഇതിന്റെ അകത്ത് പലതും ഉണ്ടാവും. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ താഴോട്ട് നിൽക്കുകയും തോറ്റു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. 5ാമത്തത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, സംഘാടകർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന്. 4 നമുക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. 5ാമത്തത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്താ ഉണ്ടാകാൻ പാടില്ലാത്തത്? എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസം എന്നാണ്. ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത് ഒരു മാനസികമായ രോഗത്തിന്റെ പേരാണ്. അത് ചില സംഘാടകരിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ന്യൂറോട്ടിസിസം എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ, വേറെ ആരെയും ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഏൽപ്പിക്കൂല. ഉണ്ടോ അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഇവിടെ ഇല്ല, നാട്ടിലുണ്ടാവും. ഇവിടെ ഉണ്ടോ? ഭയങ്കര പ്രശ്നമാണ്. കമ്പനികളിലൊക്കെ ഉണ്ട്, അപ്പൊ സംഘടനയിലും ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നാട്ടിന്റെ ഒരു ചിത്രം ആലോചിച്ചു. ഓക്കെ, ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചു. ആളെ ക്ഷണിക്കുക, ഒരാൾ ക്ഷണിച്ചുകൊണ്ടിരണം. അത് ഞാൻ ഏറ്റു, ഞാനാണല്ലോ അതിന്റെ അല്ല ഏറ്റു. പിന്നെ അതിന് നോട്ടീസ്, അതിന് ഞാൻ ഏറ്റു. നോട്ടീസിന്റെ കാര്യമല്ല, ഞാൻ പത്രത്തിൽ ഞാൻ കൊടുക്കാം. പിരിവിനോ ഞാൻ പിന്നെ പിരിച്ചാലല്ലേ ശരിയാവുള്ളൂ. ഭക്ഷണം അതെന്റെ വീട്ടിൽ തന്നെ ആക്കാം, അല്ല എന്റെ വീട്ടിൽ തന്നെ ആക്കാം. പിന്നെ സ്റ്റേജ് കാര്യങ്ങൾ അതിന്റെ എല്ലാം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അല്ലെ, മൂപ്പരെന്താക്കി എല്ലാം ഏറ്റെടുത്തിട്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു സുഖം തോന്നില്ലേ കേൾക്കുമ്പോ? ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അല്ല, ഏറ്റെടുത്തിട്ട് അങ്ങ് പോയി. തലേ ദിവസം മൂപ്പര് മീറ്റിംഗിൽ 4 വർത്താനം തന്നെ, അത് നോക്കുന്നില്ല, സഹായിക്കുന്നില്ല. ഞാൻ എത്ര ആവശ്യം പറഞ്ഞ നീ ഇതാർക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നല്ല ലീഡർ എന്താ ചെയ്യാ? അല്ല, ഓരോരുത്തർക്കും ഉത്തരവാദിത്തം കൊടുക്കും. ഡെലിഗേറ്റ് യുവർ ടാസ്ക് ആൻഡ് ഗിവ് ഫീഡ്ബാക്ക്. ഉത്തരവാദിത്തം കൊടുക്കുക എല്ലാവർക്കും. എല്ലാവരുടെയും പൊട്ടൻഷ്യൽ അറിയാം. ഇയാൾ എന്നതിനെ പറ്റിയാ, ഇയാൾ എന്നതിനെ പറ്റിയാ, ഇയാൾ എന്നതിനെ പറ്റിയതാ. ഉത്തരവാദിത്തം കിട്ടുമ്പോൾ എന്താ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്? ഉത്തരവാദിത്തം കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള അഭിമാനബോധം ഉണരുന്നു, അല്ലെങ്കിൽ ഉയരുന്നു. അപ്പൊ എനിക്കും സമരവ് ഇങ്ങോട്ട് വന്നിരിക്കുക, നമുക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുന്ന തോന്നലുണ്ടാകുന്നു, എന്നെ കൊള്ളാം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവുന്നു. അപ്പൊ ആ ചിന്തയുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വയറ്റിയെടുക്കപ്പെടുന്നത്.
അപ്പൊ എനിക്കൊരു ഉത്തരവാദിത്തം കിട്ടി, അൽഹംദുലില്ലാ. കുഞ്ഞുങ്ങളെ പോലെ കാത്തിക്കുക നമ്മളൊരു ഉത്തരവാദിത്തം കിട്ടാൻ വേണ്ടി പലരും. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ഫീഡ്ബാക്ക് കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ്. സംഘാടകൻ എന്താ ചെയ്തതിന്റെയൊക്കെ മേലെ നിന്ന് സുന്ദരമായി ചിരിച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാരെയും തൊട്ട് തടകി എല്ലാ കാര്യത്തിലും അയാളുടെ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യും. അയാൾക്കാണെങ്കിൽ കൂടുതൽ തലവേദനകൾ ഇതിൽ ഉണ്ടാവുകയും ചെയ്യില്ല. നമുക്കെല്ലാവർക്കും മനസ്സന്തോഷത്തോടു കൂടി ദീർഘായുസോടു കൂടി മരിക്കാൻ പറ്റൂലേ? പക്ഷെ അത് നടക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഓഷ്യൻ എന്ന് പറയുന്ന, സമുദ്രം എന്ന് പറയുന്ന ഒരു വാക്കിന് 4 എണ്ണം നമുക്ക് ഒരു സംഘാടകന് വേണ്ടതും 5ാമത്തത് ഉണ്ടാകാൻ. അപ്പൊ ഞാനൊരു സംഘാടനത്തിന്റെ ഒരു പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഒരു സംഘടന രൂപപ്പെടുന്നത്? അത് ഇന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുമ്പം അനുയായിയോട് നേതാവ് സന്ദർഭത്തിനനുസരിച്ച് ആശയവിനിമയം നടക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു ലീഡർക്ക് ഉണ്ടാകുന്ന 5 തരം ഗുണങ്ങളിൽ 5 വ്യത്യാസങ്ങളിൽ 4 നമുക്ക് വേണ്ടതും 1 നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതും. ആ നിലക്കുള്ളൊരു ലീഡേഴ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കഴിഞ്ഞു, സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞു, രീതികൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാലും, ഇങ്ങനെ നമ്മൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം. അപ്പൊ ഇതിൽ നമുക്കൊരു ആസൂത്രണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഞാൻ TTRനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആസൂത്രണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പൊ ചില ആളുകൾക്ക് വൃത്തിയായി ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ചില ആളുകൾ. ആസൂത്രണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടി വരിക? ആസൂത്രണത്തിൽ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടി വരിക? ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, നമ്മളിതിങ്ങനെ നോക്കിയാൽ മതി. എന്തിനെയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യത്തെയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഗോൾ എന്ന് പറയുന്ന ഒരു വാക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്തെല്ലാം ചിന്തിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. ഗോളിന്റെ ആദ്യത്തെ വാക്കില് ജി, ഗ്ലാൻസ്, നോക്കുക എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതാണ് ശുഐബ് തങ്ങൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ കുറെ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് മാത്രമൊന്നും കാര്യമില്ല. മിക്കവാറും പല സമ്മേളനങ്ങളുടെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ബത്തക്ക കച്ചവടം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഞാനങ്ങനെ പറയുന്നൊന്നുമില്ല ഇവിടുന്ന്. പക്ഷെ നമ്മൾക്ക് അതും വേണം ഇതും വേണം. വളരെ വളരെ അധികം പ്രവർത്തിക്കേണ്ട ചില ഘട്ടങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലാൻസ്. നിങ്ങൾ നോക്കൂ. എന്താ നിങ്ങൾ നോക്കേണ്ടത്? ഗോളിന്റെ ആദ്യത്തെ ജി കൊണ്ട് നിങ്ങൾ പരിസരത്തിൽ നോക്കൂ. എന്താ പ്രവർത്തിക്കേണ്ടത്? കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകർ 2-3 മാസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഇബാദിന്റെ പ്രവർത്തകർ, അൽഹംദുലില്ലാ, നമ്മളവിടെ 1-2 നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് വിഫാഖ് ഖത്തീവുമാരുടെ ഒരു കോഴ്സ്, SKSFന്റെ കണ്ണൂർ ജില്ലാ സമിതി, കേരളത്തിലെ ഇബാദിന്റെ കീഴിൽ ഖത്തീവുമാർക്ക് കോഴ്സ് നടക്കുന്നത് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച 5:15 മുതൽ 8:15 വരെ. ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്യപ്പെട്ട 35 ഖത്തീവുമാർ ഇപ്പോഴ് 2ാമത്തെ ബാച്ച് ക്ലാസ്സിന് വരുന്നുണ്ട്. 12 ക്ലാസ്സുകളും ഒരു 24 മണിക്കൂറിൽ 5 വീതം ആളുകൾ മഹല്ലിൽ ചെന്ന് പ്രാക്ടിക്കൽ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലും അതിലൊരു ഡയറിയും. അതിലൊരു ബാച്ച് കഴിഞ്ഞു. ആ ഒരു ബാച്ചിൽ നടന്ന ഒരു അത്ഭുതകരമായ റിസൾട്ട് കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ അറിയാം. അത് 5 സ്ഥലങ്ങളിലേക്ക് ഇവർ ദാവത്തിന് പോയി. വൈകുന്നേരം അസ്വറിന് ഒരു സ്ഥലത്തെത്തും. മഹല്ല് കമ്മിറ്റിയുമായി ധാരണയിലെത്തിയിട്ട് വേറെ ബാനറും കൊടിയും ഒച്ചയും ഒന്നും, അതിന് തലേദിവസം മൈക്ക് അനൗൺസ്മെന്റ് സംഭവങ്ങളൊന്നുമില്ല. നടന്ന് ഇവർ എത്തിയാൽ അസർ നിസ്കരിക്കാൻ അവിടെ വന്നാൽ മഹല്ല് കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികളെയും ഉസ്താദ്മാരെയൊക്കെ കൂട്ടി ഇവരിങ്ങനെ നടക്കും, റോട്ടുമ്പിലോട്ട് നടക്കും. മനുഷ്യന്മാരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു ചെറുപ്പക്കാരെ കണ്ട് കൈപിടിച്ച് സലാം പറഞ്ഞ് അവരോട് പറയും, ഇന്ന് ഇശാക്ക് ശേഷം പള്ളിയിൽ ഞങ്ങളെ കൂടെ ഉറങ്ങാൻ നിങ്ങൾ വരുമോ, ഭക്ഷണം അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയും. അവർക്ക് സന്തോഷമാണ്. കാരണം ഉറങ്ങാനല്ലേ വിളിക്കുന്നത്. നമ്മൾ സാധാരണ ദിക്റാൽക്ക വാഴ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വിളിക്കുക. ഇതൊരു രസമുള്ള, മാത്രമല്ല ഈ പോകുന്ന ഉസ്താദ്മാര് TA സൈക്കോളജിയൊക്കെ പഠിച്ച് ഒരാളെ അഡൽട്ടിലാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇയാൾ ചൈൽഡ് ആണെങ്കിൽ ഇതെല്ലാം പഠിച്ച ആളുകളാണ്. അപ്പൊ സംസാരിച്ചപ്പോ ഹൃദ്യത തോന്നും. പാലത്തിന്റെ ഉള്ളിലൊക്കെ നിൽക്കുന്ന നരിമാർക്ക് ബനിയനലൂട്ടിട്ട് നിൽക്കുന്ന സാധനങ്ങളില്ലേ, ഇതെല്ലാം ഇവര് കുഴപ്പമില്ലല്ലോ, പേരെല്ലാം പറയുന്നുണ്ടല്ലോ, സലാം ചെല്ലുന്നുണ്ടല്ലോ, കണ്ണിൽ നോക്കുന്നുണ്ടല്ലോ. ഈ ആളുകൾക്ക് സന്തോഷമായി. ഇവര് കൂട്ടം കൂട്ടമായി വന്നു. ഇതിന്റെ കറക്റ്റായിട്ട് നടന്നൊരു ചിത്രം ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ നരിക്കോട് എന്ന് പറയുന്ന സ്ഥലം. നരിക്കോടുകാരും കൊണ്ടോ ഇല്ല.
അപ്പം നരിക്കോട് ഈ ക്യാമ്പ് നടക്കുകയാണ്. രാത്രി ഇവരെല്ലാം വന്നു ഭക്ഷണമെല്ലാം കഴിച്ചാൽ എന്താ ചെയ്യുക, 40 ആളുണ്ടെങ്കിൽ 5 ആള് കുറച്ചാളുകളെ ഓഹരി വെച്ച് ഓരോ മൂലക്കും പോയിരുന്ന് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് ഇങ്ങനെ റാപ്പോ ഫോർമേഷൻ എന്നാ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുമല്ലേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സെഷൻ ഉണ്ട്. അത് ഏറ്റവും വൃത്തിയായി ചെയ്യുന്ന 2-3 ആളുകൾ ഇപ്പൊ അൽഹംദുലില്ലാ കണ്ണൂരിലുണ്ട്. അതിലൊന്ന് അസ്ലം അസ്വരിയാണ്. അപ്പൊ ഇവരെ ഈ ഏത് ജാതിയാന്നറിയാം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ കണ്ടു നോക്കിയാട്ടെ നിങ്ങളെ നാട്ടിൽ കാണുന്ന ഒരു തരം മുടിയെല്ലാം ഇങ്ങനെ ആക്കി താടി ഇത്തിരിയെല്ലാം ആക്കിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം വന്നിരുന്നിട്ടുണ്ടാവും വിശ്വരൻ. അപ്പൊ ഇതിനെല്ലാം കൂടി ഇങ്ങനെ കൂടി വർത്താനം പറഞ്ഞ് നമ്മളൊരു സ്വലാത്തില്ലേ എന്നെല്ലാം പറഞ്ഞ് അവരോട് കണ്ണടക്കാൻ പറഞ്ഞ് വീട്ടിലെ കാര്യം ഓർമ്മിക്കാൻ പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെ നല്ല സ്വർഗത്തിലേക്ക് എത്തിച്ചു. ഈ ഇദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിശബ്ദമായി സ്വർഗത്തെ ഓർമ്മിപ്പിച്ച് സ്വർഗം ഇപ്പൊ അവരുടെ മുന്നിൽ വാതിൽ തുറന്നു നിൽക്കുന്നു. ഇനി സ്വർഗത്തിലെ അത്ഭുതങ്ങൾ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് നല്ല ആവേശമായി. കുറച്ചു പറഞ്ഞ പറഞ്ഞു അയ്യോ സ്വർഗത്തിന്റെ വാതിൽ അടച്ചുപോയി, ഇപ്പൊ നമ്മളെല്ലാം പുറത്തായി. ഇനിയാണ് രംഗം. ഇനി ഈ കുട്ടി ഇവര് പറയും ഇനി വാതിൽ തുറക്കണമെങ്കിൽ ഒരു മാർഗേ ഉള്ളൂ. നിങ്ങളെ ആരോഗ്യം കൊണ്ട് ചവിട്ടി തുറക്കാൻ കഴിയില്ല. നിങ്ങള് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി സ്വർഗത്തിൽ പോകാം. അതിനുശേഷമാണ് കാണേണ്ടത്. കരയും. ആ മൂഡിലാണ് ഉള്ളത് കുട്ടികൾ. നിങ്ങളിപ്പോ ഈ AC റൂമിൽ ഇരുന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ നടക്കൂല. എന്റെ നാട് തരിയേരി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ വളരെ കുഗ്രാമത്തിലെ 2ാമത്തെ പള്ളിയിൽ കഴിഞ്ഞ റമദാൻ 17 ബദരീങ്ങൾ ആണ്ടിന്റെ തലേ ദിവസം ആ പ്രദേശത്തും ഞാൻ ഈ കുട്ടിയെ ഇവരെ കൊണ്ടുവന്നു എന്റെ നാട്ടിൽ. അവരത് എന്റെ നാട്ടിലെ കുട്ടികളെ രാത്രി 12-1 മണി വരെ ചെയ്തെടുത്ത അത്ഭുതം. ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇന്നലെ വന്നപ്പോ ഭയങ്കര സൈലന്റ് ആയിട്ട് അവർ കിടന്നുറങ്ങി. മനസ്സിലാണ് മാറ്റം. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ, നിങ്ങൾ സങ്കടങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോ കുട്ടികള് പൊട്ടിക്കരയാ. എന്നിട്ട് കരഞ്ഞപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ എന്തിനാ കരയുന്നേ, നിങ്ങളെ മൊബൈൽ നിങ്ങളെ ഹൃദയത്തിന്റെ ഭാഗത്തുണ്ട്, അതിൽ എത്ര വേണ്ടാത്ത വൃത്തികെട്ട ഫയലുകളുണ്ട്, അത് ഡിലീറ്റ് ചെയ്തോ, അതും വെച്ചിട്ടാണോ ഈ കരച്ചെന്ന് ചോദിക്കുമ്പോ കയ്യിലെടുത്തു മൊബൈല്, എന്നിട്ട് ഡിലീറ്റ് ചെയ്തു. അതിന്റെ ഒരു ഡയറി എഴുതിയിട്ട് പ്രാക്ടിക്കലിന് തരണം ഞങ്ങളുടെ അടുത്ത്. ഇത് പരീക്ഷന്റെ ഭാഗമാണ്. പ്രാക്ടിക്കലിന് 120 മാർക്കുണ്ട്, അറ്റൻഡൻസ് ഉൾപ്പെടെ. 5 മിനിറ്റിന്റെ പ്രസംഗമൊക്കെ ഉണ്ട് പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട്. അപ്പോ ഈ ഇവർ തന്ന ഡയറിയിൽ ഞാനിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി എന്ന് ഈ പഠിതാക്കൾ എഴുതി വെച്ചത് ഇപ്പോഴും നമ്മൾ അവിടെ SKSFന്റെ ഓഫീസിൽ ഫയലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, കാലത്ത് മര്യാദക്ക് കാണാൻ നമുക്ക് പറ്റും വിചാരിച്ചാൽ. ഇപ്പൊ ഈ കുട്ടികളെ വെച്ച് ഈ ഖത്തീബുമാരെ വെച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ യൂത്ത് വോയേജ് എന്ന് പറയുന്ന ചില മഹലുകളൊക്കെ നിരന്തരമായി ചെയ്യുക. കണ്ണൂരിലെ പ്രബലമായ ഒരു മഹലിൽ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇതിലെ ഒരു RP ഈ കുട്ടികൾക്കിടയിലെ ക്ലാസ് എടുത്ത് പെൺകുട്ടികളെ മാത്രം 70 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 48 കുട്ടികളും എഴുതി കൊടുത്തു. ഞങ്ങളൊക്കെ ഒന്ന് ലൈവായ സജീവമായ കാമുകന്മാരുണ്ട്. കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന, ഒന്നിനും പോകാത്ത കുട്ടികൾ. അതിനുശേഷം അദ്ദേഹം 1 മണിക്കൂറും കൂടി അവിടെ വർക്ക് ചെയ്തു. ഇത് നമ്മൾ ഇതിന്റെ എല്ലാം മേലെ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ നടത്തി, വലിയ പരിപാടികളൊക്കെ നടത്തി, വലിയ സ്റ്റേറ്റ്മെന്റൊക്കെ നടത്തി, കാര്യങ്ങളൊക്കെ ഉഷാറാണ് എന്ന് നമ്മൾ വിചാരിച്ച് സുഖമായി കടന്നുറങ്ങുക. നമ്മൾ റോള് നിർവഹിച്ചിട്ടില്ലെങ്കിൽ പടച്ചോ നമ്മളെ വിടുവോ? നമ്മൾ ചിന്തിക്കണ്ടേ? ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് സഹചാരിയുടെ അൽഹംദുലില്ലാ താനൊക്കെ ആ ഒരു വലിയ സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരാഴ്ച മുമ്പ് കണ്ണൂരിലെ നമ്മുടെ ഈബാദിന്റെ പ്രവർത്തകരൊക്കെ കൂടിയിരുന്നിട്ട് പുതിയൊരു പദ്ധതിയും കൂടി പ്രഖ്യാപിക്കുക. എന്താണെന്നറിയോ? സഹോദരി അറിയാന്ന്. സഹോദരി അറിയാൻ, അതാണ് അതിന്റെ പേര്. അതൊന്നും ഒരു പോസ്റ്ററിൽ ഒരു സഹോദരിയുടെ മനസ്സിൽ തട്ടുന്ന ഒരു ചിത്രമുള്ള ഒരു പോസ്റ്റർ ആദ്യം പുറത്തിറങ്ങും. സെലക്ട് ചെയ്ത 30 മഹല്ലുകളിൽ ഇവർ പോകും. മദ്രസകളിലോ തെരഞ്ഞെടുക്കുന്ന ഹാളിലോ പെൺകുട്ടികളുമായി സംവദിക്കും. 3 മണിക്കൂർ കറക്റ്റായിട്ട് അതിന് പ്ലാനിങ് ഉണ്ട്. ഇന്നത് ചെയ്യണം, ഇന്ന് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്കും പല മഹല്ലുകളിലും വിളിക്കും. ക്യാമ്പയിന്റെ ഇടയിൽ ഒരു 300-400 മഹല്ലുകളിൽ ഇവർക്ക് പോകാൻ പറ്റണം. ക്യാമ്പയിൻ പറഞ്ഞാൽ 1 മാസം കൊണ്ട് തീരുന്നു, 6 മാസത്തിനുള്ളിൽ. എന്നിട്ട് 2ാം ഘട്ടത്തിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. ഓരോ ക്യാമ്പിലും അവർ ജില്ലയുടെ 2 ഭാഗങ്ങളിൽ ഒഴിച്ചേർത്തിട്ട് 3ാം ക്യാമ്പ് കഴിയലോടുകൂടി താഴേക്കടയിൽ ചെന്ന് ദാവത്ത് ചെയ്യാനും ഇവരെ നന്നാക്കാനും പറ്റുന്ന കുറച്ച് പെൺകുട്ടികളുടെ ബാച്ചും കൂടി ഉണ്ടാക്കുക എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതി.
നിങ്ങളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അതൊക്കെ കേൾക്കുക. നിങ്ങളൊരു 60,000 രൂപ പിരിച്ചു കൊടുത്തായിക്കോ കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോട്ടെ. അതിന് പ്രാഥമികമായി അതിന് വേണ്ടത് 60,000 രൂപ നിങ്ങൾ ഏറ്റെടുക്കുമോ? പിന്നെ 6 ലക്ഷം ആയാലും നിങ്ങൾ ഏറ്റെടുക്കൂലേ? നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടോ? നിങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം നിൽക്കൂ, കാലികമായി പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം നിൽക്കൂ. ഞാൻ നിങ്ങളവരെ വലിയ ബാധ്യത ഏൽപ്പിച്ചൊന്നുമല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. 60,000 ഒരൊറ്റ ഒരാൾ തരാൻ തയ്യാറുണ്ടാവും. ഒരൊറ്റ ഒരാൾ, ഈമാനുള്ള ഏതെങ്കിലും ഒരാൾ ഇത് കേട്ടാൽ തരാണ്ടിരിക്കുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഏറ്റെടുത്തോന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിരിക്കാൻ വന്നതുമല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ആടെ നിങ്ങളെന്തോ കുശൂശൊന്നും പറയണ്ട. ഇതെല്ലാം നടക്കും, എല്ലാ കാര്യവും നടക്കും. അപ്പൊ ഞാനത് പറഞ്ഞത് ഗ്ലാൻസ്. ഒരു 15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. അസർ ഗ്ലാൻസ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കൂ. ചില മഹല്ല് കമ്മിറ്റിയൊക്കെ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അറബി കോളേജ് തുടങ്ങാൻ തീരുമാനിക്കും. ആ നാട്ടിൽ നിൽക്കാനറിയാത്ത ആൾക്കാരുണ്ട്. നിങ്ങളെ വിളിച്ചിട്ട് പറയും അറബി കോളേജ് തുടങ്ങുന്നതിന്റെ ബോർഡ് വെക്കാൻ പൈസ വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു 50,000 രൂപ വെച്ചു. അപ്പുറത്തെ മഹലിൽ വേറെ അറബി കോളേജ് ഉണ്ട്. 2 അറബി കോളേജും കൂടി മത്സരമായി. അവസാനം 2ലും ആളില്ലാണ്ടായി, 2ഉം പൂട്ടി. കണ്ടോ? അതൊരു പ്രദേശത്ത് അത്യാവശ്യമല്ലെങ്കിൽ അതെന്തിനാ തുടങ്ങുന്നത്? ഇപ്പൊ നമ്മൾ നോക്കൂ എന്താണെന്ന്. ചില ആൾക്കാർക്ക് നമ്മള് നാട്ടിന്റെ മഹത്തായ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഹല്ലിൽ മര്യാദക്ക് നടക്കുന്ന LP സ്കൂൾ തൊട്ടപ്പുറമുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചറെ കിട്ടുകയും ചെയ്യില്ല. അപ്പൊ തുടങ്ങിയതിന് എന്ത് വേണം? നമുക്ക് പ്രിൻസിപ്പൾ വേണം, ടീച്ചർ വേണം, അല്ലെങ്കിൽ ഗൾഫ് കമ്മിറ്റി ചെയ്യാന്ന് പറഞ്ഞത്. അതാണ് വിഷയം. ഇതിനെ മാനേജ് ചെയ്യലോ. ഒരാൾ റോട്ടുമെന്ന് കണ്ടപ്പോ ഒരു കുട്ടി ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ് ഒരു തത്വമായി തരും, ഇപ്പൊ എത്ര കാലം നിങ്ങളോട് പറയുന്നത്, എത്രയാ മോനെ പൈസ? 100 രൂപയേ ഉള്ളൂ. എന്നാ നീ വാങ്ങിക്കോന്ന് പറഞ്ഞു. ഇനിയല്ലേ പ്രശ്നം. തത്തനെ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോ അതിന് കൂട് വേണം, അതിന് കാലാവസ്ഥ ശരിയാണോ, അതിന്റെ ഭക്ഷണം അതിന് കൊടുക്കണം, അതിന് ഇത്തിരി വർത്താനം പറഞ്ഞു കൊടുക്കണം, എന്നാലേ തത്ത ഡെവലപ്പ് ചെയ്യുള്ളൂ, അതിന് വൃത്തിയാക്കണം, അതിന് സമയത്ത് പുറത്ത് എന്തുമാത്രം പണിയുണ്ട്. ചാടി വീണ് തുടങ്ങാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ എന്ത് പദ്ധതിയും ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഗോളിന്റെ ഗ്ലാൻസ് വേണോ വേണ്ടേ, അതാണോ വേണ്ടത്, അല്ലാത്ത വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഞങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സിവിൽ സർവീസ് പ്രോജക്റ്റ്, ഇവര് ഷാർജയിൽ നിന്ന് ഞങ്ങളോട് ഒരു പ്രോജക്റ്റ് ചോദിച്ചപ്പോ രാത്രി 12 മണിക്കാണ് കോഴിക്കോട് നിന്ന്. അപ്പൊ നിങ്ങളുടെ ടൈം ആവുന്നേ ഉള്ളൂ. ഒരു പദ്ധതിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കും. എന്തിനാ അത് ചെയ്തതെന്നറിയാവോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ജാഗരൂകരായ 8ാം ക്ലാസ് മുതൽ മിടുക്കരായ കുട്ടികളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരിക. എന്നിട്ടോ സ്കൂളുകളിൽ നിന്ന്, അവരുടെ സ്കൂളുകളിൽ നിന്ന് ടെസ്റ്റ് നടത്തി കൊണ്ടുവന്ന് ഇടവകകളിലൂടെ റെഡിയാക്കി നല്ല IAS പുറത്ത്. മോഡി അധികാരത്തിൽ വന്നാലും മോഡിയുടെ ഒരു മിഷൻ നിയന്ത്രിക്കുന്ന ഒരു പറ്റം ഓഫീസിൽ ഒരു 10 എണ്ണെങ്കിലും ബാങ്ക് കൊടുത്താൽ വാങ്ങാന്ന് തിരിയുന്ന കിബില ഏതാണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കേരള സെക്രട്ടേറിയറ്റിൽ നമുക്ക് എത്ര മുസ്ലിം മന്ത്രിമാരുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ സെക്രട്ടേറിയറ്റിന്റെ അകത്ത് പോയി നോക്കിയാൽ കാണുന്ന ഏലിയാമയുടെയും ജോസഫിന്റെയും ഒക്കെ ബോർഡ് നമ്മളുടെ അതിന്റെ നിരക്ക് ഇപ്പുറത്ത് നല്ല വെള്ളക്കുപ്പായിലിട്ടിട്ട് നമ്മൾ വരാന്തിയിലൂടെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതിന്റെ അകത്തെന്താ സംഭവിച്ചത്? അതാണ് കാലത്തെ കാണാൻ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചു 10ാം ക്ലാസ് മുതൽ നമുക്ക് കുട്ടികളെ പിടിച്ചെടുക്കണം. എങ്ങനെ ചെയ്തു? ആദ്യം ഫീൽഡിൽ ജനറൽ നോളജിന്റെ ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് CSATന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് പേഴ്സണാലിറ്റിയുടെ ഒരു ഇന്റർവ്യൂ ടെസ്റ്റ്. അപ്പോഴത്തേക്കും 1300-400 കുട്ടികൾ ചുരുങ്ങി 150ലേക്ക് വന്നു. ഏറ്റവും മിടുക്കന്മാര്. അവർക്ക് ദീനും കൊടുത്തു. സുബഹിക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ഹദ്ദാദ് കഴിക്കാൻ ആ ഒരു ടീം. ഷാർജയുടെ 132 കുട്ടികളിൽ നിന്ന് 12 ആള് ഡൽഹി പോകുക എന്നുള്ളൊരു ചിന്ത പോലും കുട്ടികളുടെ മനസ്സിലുണ്ടായതല്ല. ആദ്യം സിവിൽ സർവീസിന് വേണ്ടി. അത് റിസൾട്ടാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിശബ്ദമായി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വിപ്ലവമാണ്. ഇത് നമ്മുടെ സംഘടനക്ക് അഭിമാനകരമാണ്. ഗ്ലാൻസ് കാണൂ. അടുത്തത് ഗോളിൽ അടുത്തത് ഒബ്സ്റ്റക്കിൾ, തടസ്സങ്ങളെയും കാണണം. ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടു, തടസ്സങ്ങളെ കാണണം. പള്ളി കമ്മിറ്റിക്കാർ സ്കൂൾ തുടങ്ങാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അപ്പൊ പറയണം നിങ്ങൾക്ക് ടീച്ചർമാരുണ്ടാവും, അല്ല നിങ്ങൾക്ക് കിട്ടിക്കോളും.
എന്നിട്ട് +2 കഴിഞ്ഞ അഫ്ദുൽ ഉലമയും കഴിഞ്ഞ ആള് പർദ്ദ ഇട്ടിട്ട് ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല, കുട്ടികളെ നോക്കാനും അറിയില്ല, എന്താ ചെയ്യണമെന്നും അറിയില്ല. എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കാ പാ കീ എന്നൊക്കെ പറയും, വലിയ ഫീസും കൊടുക്കും. അവസാനം കുഞ്ഞുങ്ങൾക്ക് നിലവാരം 5 കൊല്ലം കഴിഞ്ഞായിട്ടുള്ള ഒരു തലമുറയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് തന്നെ പൈസ കൊടുക്കരുത്. അത് നിങ്ങൾ ചോദ്യം ചോദിക്കാനൊക്കെ പഠിക്കണം. വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. റിലീഫ് പോലത്തെ കാര്യത്തിനല്ല, മറ്റേ ഇത് റിലീഫിനുണ്ട്. 1.5 ലക്ഷം റുപ്യ വേണം ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ, അപ്പൊ തന്നെ പൈസ തിരിച്ചു കൊടുത്തു. 1.5 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ 50,000 കിട്ടുന്ന ഹോസ്പിറ്റലുണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആളും ഉണ്ട്. ആ ഇടപെടലും റിലീഫല്ലേ? കൈമല പൈസ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ആ ഒരു ഓബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് തടസ്സങ്ങളെ മനസ്സിലാക്കുക. ഇല്ല, തടസ്സങ്ങളുണ്ടോ അന്ന് ഇപ്പൊ തൽക്കാലം അത് ഏറ്റെടുക്കണ്ട, പാതിവെക്ക് നിർത്തേണ്ടി വരും, പരിപാടി നടക്കൂല. ഇനി തടസ്സങ്ങൾ വരുമ്പം ഇനി ഗോളിൽ അടുത്ത അക്ഷരം എന്താ? അവൈലബിലിറ്റി, സാധ്യതകൾ നോക്കുക. ഈ മഹലിലേക്ക് അപ്പുറം നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന രസകരമായ ഒരു കാര്യം, ഈ ക്ലാസ് റൂമിൽ വെച്ച് ആളുകളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ഒക്കെ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ. ഈ നമ്മൾക്ക് പൈസ കിട്ടിയല്ലോ, എന്തിന്റെ പൈസ? മദ്രസ മോഡേണൈസേഷൻ. ഇപ്പോഴത്തെ മുഴുവൻ ഗവേഷണവും അതിന്റെ ഫയൽ എങ്ങനെ ഒപ്പിച്ചു വെക്കുക, അതിന്റെ കണക്കെങ്ങനെ ശരിയാക്കി വെക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ഗവേഷണം നടക്കാപ്പോ. അത് മര്യാദക്ക് വാങ്ങിയിട്ട് അതിനെ ടീച്ചറെ വെച്ചിട്ട് കൃത്യമായി ശാസ്ത്രീയമായി കുഞ്ഞുങ്ങൾക്ക് കണക്കും ഇതൊക്കെ പഠിപ്പിച്ച് അതും ഫാത്യോതി തുടങ്ങി അങ്ങനെ ഒരു സിസ്റ്റമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണില്ല. അതിന്റെ ഫയൽ എങ്ങനെ ചെയ്യാനാക്കുക, അതിന്റെ അക്കങ്ങൾ എങ്ങനെയാ പൂരിപ്പിക്കേണ്ടത്, ഈ വിഷയത്തിൽ ഗവേഷണം, അതിന് കൺസൾട്ടൻസികൾ ഉണ്ടാവുക. എന്ത് കിട്ടിയാലും അറിഞ്ഞ വഴിയിൽ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരു രീതി, അതല്ല വേണ്ടത്. കുറച്ചുകൂടി ശാസ്ത്രീയമാവട്ടെ, അവയിലും സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാം. അപ്പോ ഗ്ലാൻസ്, ഇത് ഞാൻ കിട്ടിയ ഇതൊന്നും കളയണമെന്നുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ പഠിക്കട്ടെ. ഞാൻ ഗ്ലാൻസ് നോക്കാന്ന് പറഞ്ഞു, ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങളെ കാണാൻ പറഞ്ഞു, അവൈലബിലിറ്റി സാധ്യതകളെ പോസിറ്റീവായി വിലയിരുത്താൻ വേണ്ടി പറഞ്ഞു. പോസിറ്റീവ് ആകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും മനുഷ്യന്റെ മുമ്പിൽ എന്തമാനം സാധ്യതകളുണ്ട്, എന്നിട്ട് നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കാൻ വിധിക്കപ്പെട്ട എത്രമാത്രം സാധ്യതകളുണ്ട് നമ്മുടെ മുന്നിൽ, എത്രമാത്രം ക്രിയാത്മകമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ നിറം എന്താ? ബ്ലാക്ക് ആണോ ഗ്രീനാണോ? നമ്മളെ കൊടിയുടെ കളറാ? വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? ഷുവർ പ്യൂർ വൈറ്റ് ആണോ? അല്ല, ചെറിയ ഗ്രേ കളറാണ്. അപ്പൊ നമ്മളെ ചിന്തയിൽ വരേണ്ടത് എന്താ? ബ്ലാക്കും അല്ല വൈറ്റും അല്ല, പക്ഷെ പ്യൂർ വൈറ്റ് ആയിക്കൂടെ? എന്തോ നമ്മളൊന്നും പഠിപ്പിക്കാനായിട്ട് ഒരു സന്ദേശം. ജീവിതം എന്ന് പറയുന്നത് 3 പൗണ്ട് തൂക്കമുള്ള 10 ലക്ഷം കോടി ന്യൂറോണുകളുള്ള അപാരമായ റിസോഴ്സ് ഉള്ള തലച്ചോറിന്റെ ഉള്ളില് ഇതിനെ ഗ്രേ കളറാക്കി വെക്കാൻ അർത്ഥം എന്നാ തോക്കാനുള്ളതും അല്ല ജീവിതം, എപ്പോഴും ജയിക്കാനുള്ളതും അല്ല. കറുപ്പിന്റെയും വെളുപ്പിന്റെയും ഇടയിലുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം വരിക. അപ്പൊ പരാജയപ്പെടൂല നമ്മൾ ആരും തീരുമാനിക്കരുത്. നമ്മൾ പരാജയപ്പെടും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങൾ ഉണ്ടാവും. പരാജയപ്പെടുന്നത് അല്ലല്ലോ പ്രശ്നം ലോകത്ത്, ആണോ? പരാജയത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പരാജയപ്പെടുന്നത് പ്രശ്നമല്ല, തോൽവിയല്ല പ്രശ്നം. തോൽവിയെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൽ മൂത്താളും ചെറിയാളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടിനോ? 3.5 വയസ്സ് 4-5 വയസ്സുള്ള കുട്ടി സൈക്കിളിൽ നിന്ന് വീണിട്ട് ഉമ്മാനോട് പോയിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്, നോക്കിയാട്ട് ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി. 15 വയസ്സുള്ള കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും കണ്ടോ പഠിച്ചോനെ? ഓരോരുത്തരും കാര്യങ്ങൾ എടുക്കുന്നതിലുള്ള വ്യത്യാസം കണ്ടോ നിങ്ങള്? അപ്പൊ ചിന്തിക്കൂ, പരാജയമുണ്ടാകും, പക്ഷെ പരാജയത്തെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ വിപുലീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഈ കുപ്പിയിലെ വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഇതൊരു കഷ്ടം ഇത് കാണുമ്പോൾ. ഇത്രയും വലിയ കുപ്പി കാണാൻ എന്തൊരു ചന്തമുണ്ട്, ഫുൾ വെള്ളം ഉണ്ടായിരുന്നു, അതുപോലെ കുടിച്ചിട്ട് ഇത്രയാക്കിയില്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? എന്നാൽ വേറെ ആൾ എണീറ്റിട്ട് പറ, അതിനെന്താ മനുഷ്യ പ്രശ്നം? 2 നോമ്പ് തുറക്കാനുള്ള വെള്ളം അതിൻ്റെ അകത്തില്ലേ? കണ്ടോ, എല്ലാം അസ്തമിച്ചു പോയി നമ്മളങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? സുപ്രഭാത പത്രം പണ്ടേ തുടങ്ങണ്ടല്ലേ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ അതെപ്പോഴെങ്കിലും തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചില്ലേ? അതിന് റിസോഴ്സുള്ളായിട്ട് തീരുമാനം. അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് എന്തേ പറ്റാത്തത്? വേറെ ആൾ എണീറ്റിട്ട് പറഞ്ഞ് ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ അതിലൊഴിക്കാനുള്ള സ്ഥലം പിന്നെയും കിടക്കുന്നുണ്ടല്ലോ, അതാരെങ്കിലും എടുത്തു കളഞ്ഞിട്ടുണ്ടോ? കണ്ടോ,
സാധ്യതകൾ ഇനിയും ഇനിയും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ചിന്തിക്കുന്ന അവൈലബിലിറ്റിയെ കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് നല്ല. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ സംഘാടകന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വരും. എന്താ ചെയ്തത്? സ്പെയിൻ കീഴടക്കുക എന്ന് പറയുന്ന ചരിത്രത്തിന്റെ ദൗത്യം അദ്ദേഹത്തിന്റെ മുകളിൽ വലിയ ടാസ്ക്കാണ്. ജബ്രാൾട്ടർ കടൽ കടന്നു, കൂടെ 700ഓളം വരുന്ന ആളുകൾ, അപ്പുറത്ത് വലിയ ആയിരക്കണക്കിന് ആളുകൾ. ഈ ചെയ്ത പണി എന്താണ്? ഒരു ലീഡർ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ പ്രോസസ് അവിടെ നടന്നു. ഒന്ന്, നാവ് ഉപയോഗിച്ചു. എന്താ നാവ് ഉപയോഗിച്ചു? പ്രസംഗിച്ചു. അൽ ബിഹാറു വറാഅക്കും വൽ ജുനൂദു അമാമക്കും എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. ആ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്തത്? കൂടെ നിൽക്കുന്ന മുഴുവൻ ടീമിന്റെയും ഉള്ളില് അപൂരമായ വീര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണി എന്താണെന്നറിയോ? വന്ന കപ്പലിന് തീ കൊടുത്തു. എന്തിനാ? ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ജയിക്കാന്നല്ലാണ്ട് വേറൊരു, നമ്മളിതിലൊക്കെ നമുക്ക് നമ്മൾ പരിശ്രമിക്കല്ലേ എന്നെല്ലാം വെറുതെ പറഞ്ഞു നടക്കുന്ന, എന്നല്ല മൂപ്പര ഉള്ളിൽ തന്നെ ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നിട്ടില്ല. നിങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും എന്താ നിങ്ങള് അതാടെ വെക്കാം. ശൈവിതങ്ങളെ നല്ല പേന, ഈ പേന ഒന്ന് എടുക്കാൻ ശ്രമിച്ചോട്ടെ. വേഗം എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ശ്രമിക്കാനല്ലേ പറഞ്ഞു. എന്താ സംഭവിക്കുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചാട്ടെ. എടുക്കൽ നടക്കുന്നില്ല. ഈ ശ്രമിക്കാന്ന് പറഞ്ഞൊരു സാധനം എന്താണ്? സത്യത്തിൽ ആഗ്രഹിക്കുകയും ബാക്കി പറയാങ്ങളെ നടക്കാതിരിക്കുകയും ചെയ്യല. എന്റെ കൂടെ നമ്മളൊരു ഇൻഷാല്ലയും പറയും. ഇൻഷാല്ല പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് കോൺഷ്യന്റ്, അതാണ് ഇൽത്തിസാം. അതാണ് താരിഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. കപ്പലിന് തീ കൊടുത്തു. മുഴുവൻ സൈന്യത്തിനും തോന്നി ഈ തിരിച്ചു പോകാൻ ഒരു വഴിയില്ല, ഇനി ആകെ എന്തേ ഉള്ളൂ. നമ്മുടെ സ്കൂളിൽ, നാട്ടിലെ മാപ്പിള മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന സ്കൂളിലെ HM അസംബ്ലിയിൽ പ്രസംഗിച്ചു. ജൂൺ മാസത്തില് കുട്ടികളെ ഇക്കൊല്ലത്തെ റിസൾട്ട് 92%. വരുന്ന കൊല്ലം 95ന്റെ മേലെയെങ്കിലും ആക്കണമെന്ന് മൂപ്പർ പ്രസംഗിച്ചപ്പോ 2-3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. രക്ഷപ്പെട്ടു. കാരണം 5% ബാക്കിയുണ്ടല്ലോ. അല്ല, ലോകത്താരോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തോക്കാന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ തോക്കാനും തയ്യാറാണത്. അപ്പൊ തോക്കാന്ന് പറയുന്ന ഒന്നില്ല, ജയിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട കുറെ സമയങ്ങൾ നമ്മൾ ഉള്ളിലുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നല്ല റിസൾട്ട്. അതുകൊണ്ടാണ് ഞാൻ അവസാനത്തെ അവൈലബിലിറ്റി കണ്ടാൽ പിന്നെ നിങ്ങൾ ലീപ് പിന്നെന്തേ ചെയ്യാൻ പറ്റുള്ളൂ? കുതിച്ചു പോവുക. വേറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. അത് പഠിപ്പിക്കുക. സംഘടനക്ക് എഡ്യൂക്കേഷൻ ഒരു സാധനമുണ്ട്. സംഘടനയുടെ ഡിപ്ലോമസി പഠിക്കണം. ഡിപ്ലോമസിയിലൂടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് സംഘടനയുടെ നോളജ് പഠിപ്പിക്കണം. ആരാണ് ഇന്ന സ്ഥാനത്ത്, ആരാണ് ഇന്നത്. സംഘടനയുടെ പോളിസി പഠിപ്പിക്കണം. വേണ്ടേ? ഇത് നമ്മൾ സംഘടന എഡ്യൂക്കേഷൻ നിരന്തരമായി, സത്യധാര പത്രം നമ്മൾ എന്തിനാ ഇറക്കണം? സംഘടന എഡ്യൂക്കേഷൻ. നിങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആ സംഘടന ലിറ്ററേച്ചർ. ഓരോ സംഘടനക്കും ഓരോ ഭാഷയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപ്ഷന്റെ ഭാഷ, നമ്മുടെ ചിന്തയുടെ ഭാഷ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പം ഇതെല്ലാം കൂടി പഠിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിനെയും കൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന കരുത്തുള്ളൊരു പ്രയാണം. അൽഹംദുലില്ലാഹ് കേരളത്തിലെ SKSFന്റെ സമർക്കന്ദിലെ സമ്മേളനം നടക്കുമ്പോൾ അത് വാദിനൂരിൽ നിന്നും വളരെ വ്യത്യസ്തമായി. കാരണം എന്താ? ഇപ്പോഴത്തെ SKSFന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5-8 വിങ്ങുകൾ വളരെ സജീവം. ക്യാമ്പസ് വിങ് ഒരു ഭാഗത്ത്, ട്രെൻഡ് ഒരു ഭാഗത്ത്, ഇബാദ് വേറൊരു ഭാഗത്ത്, IT വിങ് വേറൊരു ഭാഗത്ത്, രചന വിങ് ഒരു ഭാഗത്ത്, തൊലബ വിങ് വേറൊരു ഭാഗത്ത്, എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇത് എല്ലാറ്റിന്റെയും മേൽക്കൂടെയായി SKSF മാതൃസംഘമായി നിൽക്കുന്ന ഒരു പ്രവർത്തനം എന്ന നിലവിൽ കേരളത്തിലെ SKSFന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വിശാലമായ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് പണി കിട്ടുന്നു. അപ്പോൾ സഹോദരി അറിയാന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോട് സപ്പോർട്ട് ചെയ്യാൻ. പ്രാഥമികമായി അതിന് വേണ്ടത് ഇതാണ്. സഹചാരി അതാ താണയിൽ തുടങ്ങി നിൽക്കുന്നു, തലയുയർത്തിയിട്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ, ബഹ്റൈനിലൊക്കെ ഉള്ള നമ്മുടെ പ്രവർത്തകർ സമസ്തയുടെ കീഴിൽ, ചിലപ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ സമസ്ത വിഷൻ എന്ന പേരിൽ, ഖത്തറിലുള്ള നമ്മുടെ പ്രവർത്തകർ, അവിടെയുള്ള നമ്മുടെ ഉദവികളൊക്കെ ചേർന്ന് അലിഫ് എന്ന പേരിലൊക്കെ നടത്തിയ സിസ്റ്റത്തിൽ പലപ്പോഴും
ഒരു കരിയർ വിൻഡോ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റൂല. ഇവിടെ പ്രൊഫഷണൽ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികൾ SKSFന്റെ കീഴിൽ ഒരു 10 ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് അവർ ഒന്നിച്ചിരിക്കുകയും ഈ എമിറേറ്റ്സിൽ എവിടെയെങ്കിലും പുതിയ ജോലി സാധ്യതകൾ വരുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുകയും നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ ഈ ടീമിനൊന്ന് കണ്ടിട്ട് ഇന്റർവ്യൂവിന് പോയാൽ മതി. ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ പരിശീലനങ്ങൾ, അവര് കുപ്പായത്തിന്റെ കൈ എങ്ങനെ വെക്കണം, ടൈ കെട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ കെട്ടണം, അത് മുടി എത്രത്തോളം ഉണ്ടാകാം, താടി എങ്ങനെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി നമ്മളൊരു കുട്ടിനെ ഓരോരുത്തരെ പോസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ടീം SKSFന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാവർക്കും പണി കിട്ടുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളും തൊട്ടപ്പുറത്ത് നാട്ടിനെ സപ്പോർട്ട് ചെയ്യാവുന്ന, നോക്കി സപ്പോർട്ട് ചെയ്യാവുന്ന, വെറുതെ പൈസ അയച്ചു കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലും കാര്യം ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്ന ടീമിന്റെ ഒപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്യുക. ഏതായാലും വളരെ മനോഹരമായ ഒരു സംഗമത്തിൽ സാക്ഷികളാകാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ എല്ലാം ഒരു ഗുണം എന്താണ്? ഞാൻ നാളെ ഉച്ചക്ക് നാട്ടിലേക്ക് പോകില്ലേ, എന്റെ ഓർമ്മയിൽ ഈ ചിത്രം ഉണ്ടാവൂലേ? നിങ്ങളെല്ലാവരും ഇത്രയും ആളുകൾ എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പം ഞാൻ എത്രമാത്രം ആരോഗ്യം കൈവരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെന്താണത് ചിന്തിക്കാത്ത? വല്ലദീന ആമനു വഹാജറു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫിസബീലില്ലാഹി വല്ലദീന ആവൗ വനസറു ഉലൈക ബഅ്ദുഹും ഔലിയാഉ. വിശ്വസിച്ച ആളുകൾ, വഹാജറു ഹിജ്റ പോയ ആളുകൾ. നിങ്ങളിവിടെ ഹിജ്റക്ക് പോയ പോലെയാ, അങ്ങനെ നിങ്ങളെല്ലാം വിട്ടിട്ട് വന്ന ആളുകളാണ്. വല്ലദീന ആവൗ വനസറു, ആവൗ ഒത്തുകൂടിയ ആളുകൾ, വനസറു സഹായിച്ച ആളുകളും. ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅദ്, നിങ്ങൾ ഒത്തുകൂടുന്നു, സഹായിക്കുന്നു. ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവരിൽ ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തിന് സപ്പോർട്ടാണ്, സംഘത്തിന് ബലമാണ്. അതുകൊണ്ട് ഈ ടീമിൽ നമ്മൾ ഒത്തുകൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന അപാരമായ ശക്തി, എനർജി, അതിനെ നമ്മൾ തിരിച്ചറിയാം. സാധാരണ ഇത്തരം നല്ല ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു കഥ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ കഥയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒറ്റ കഥ പറയാം. അപ്പം കഥ ഇതാണ്. ഒരു കഴുതയെ ഒരിക്കലും, പ്രായമായ കഴുതയെ യജമാനൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഴുതകളായി നിൽക്കുന്ന ആളുകൾക്ക് സ്ഥാനമൊന്നുമില്ല, നല്ല ബുദ്ധി വേണം. ഇത് പ്രായമായിപ്പോയി. അപ്പൊ ഇയാളെ ഒഴിവാക്കാൻ തീരുമാനിച്ചെങ്ങനെ ഒരു കുഴി കുഴിച്ച് അതിലേക്ക് തള്ളിയിട്ടിട്ട് മണ്ണ് വാരിയിട്ടിട്ട് കൊല്ലാനാണ്, കഴുതയല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ കുഴി കുഴിച്ചു. ആളുകളൊക്കെ വന്നു, ആരവത്തോടുകൂടി കഴുതയെ എഴുന്നള്ളിച്ചു. കഴുതനെ താഴേക്കിട്ടു. താഴേക്കിട്ട സമയത്താണ് മൂപ്പരുടെ ബുദ്ധിയിൽ, എത്ര ഉണ്ടെങ്കിലും ആ ബുദ്ധിയിൽ ഉദിച്ചു ഒരു ചിന്ത, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു, എന്നെ എല്ലാവരും കൂടി കൊല്ലാൻ പോകുന്നു. ആ നിമിഷാർദ്ധത്തിൽ ലോകത്ത് പല വിപ്ലവത്തിന്റെയും തുടക്കത്തിന്റെ ഒരു സ്പേസ് ഒരു നിമിഷാർദ്ധമായിരിക്കും. ഏതെങ്കിലും ഒരു സംഘാടകൻ ഉറങ്ങുമ്പോൾ അയാൾക്ക് 12 മണിക്ക് ഉണ്ടാകുന്ന ഒരു വെളിച്ചമായിരിക്കും ഒരു പുതിയ പ്രോജക്റ്റ്. ഒരു യാത്രയിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിന്നലാട്ടമായിരിക്കും ഒരത്ഭുതം. അപ്പം പെട്ടെന്ന് കഴുതക്ക് തോന്നി അതിജീവിക്കണം. കണ്ടോ? അപ്പൊ ആളുകൾ വട്ടിയിൽ മണ്ണ് കോരി ഇടാൻ തുടങ്ങി. ഒരു വട്ടി മണ്ണ് കഴുതയുടെ മുകളിലേക്ക് വീണപ്പോ തന്നെ അയാൾ എന്താ ചെയ്തെന്നറിയോ? ശരീരം ഒന്നും നന്നായി കുടഞ്ഞു, വീണതിന്റെ മേലെ വേഗം കയറി നിന്നു. അടുത്ത മണ്ണ് വരുമ്പം ഒന്നും കൂടി കുടഞ്ഞു, അതിന്റെ മേലെ കയറി നിന്നു. ഈ പണി അയാൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങളുടെ വ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം കുഴി മുഴുവനും മൂടിയപ്പോ നമ്മൾ പോവല്ലേ എന്ന് പറയുമ്പോൾ സുന്ദരനായി ചിരിച്ചുകൊണ്ട് ആര് നിൽക്കുന്നു? കഴുത നിൽക്കുന്നു. ഒരു കഴുതൊക്കെ അങ്ങനെ പറ്റുമെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് എത്രത്തോളം പറ്റും? കഴുത ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? സമയത്തിനനുസരിച്ച് അയാൾ ചലിച്ചു, നിരന്തരമായി ചലിച്ചു, വെറുതെ ഒന്നില്ല. ഒരു നിമിഷം വെറുതെ നിന്നിരുന്നെങ്കിൽ 2 വട്ടി മേലെ വീണിട്ട് അയാൾ മരിച്ചു പോവായിരുന്നു. 2, നിന്നതിന്റെ മേലെ കയറി നിന്നു ഓരോ നിമിഷവും. മോഡി അധികാരത്തിൽ എത്തിയ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് നിരന്തരമായി, നമ്മളെ കഴുതകളാണെന്നൊക്കെ വിചാരിച്ച് നിൽക്കാം, പക്ഷെ നിരന്തരമായി പ്രവർത്തിക്കുകയും നിന്നതിന്റെ മേലെ കയറി നിന്നുകൊണ്ടൊരു നവോത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാൻ ഏറ്റവും പ്രബലമായി ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി നിൽക്കാൻ പറ്റുന്ന ഒരൊന്നാന്തരം പ്രസ്ഥാനത്തിന്റെ കണ്ണികളാകാൻ ഭാഗ്യം സിദ്ധിച്ച ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് പടച്ചവനെ
സ്തുതി പറയണം, നന്ദി പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നന്മ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ കാണാനും വരാനും നമുക്ക് അവസരമുണ്ടായതിൻ്റെ സന്തോഷം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.